ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രാഹുൽ സദാശിവൻ്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമായ DS ഇറയുടെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷനുമായിട്ടാണ്. ഞങ്ങൾ 30-ാം തീയതി രാത്രി 9 മണിക്കത്തെ ഷോ കണ്ടിട്ട് നേരെ വന്നിരിക്കുകയാണ്. സിനിമ നമ്മുടെ ഒരു എന്തെങ്കിലും പറയൂ. സിനിമയെ കുറിച്ച് പറയാൻ പോകണം. പറഞ്ഞു. ജസ്റ്റ് അതിന് മുമ്പേ നമ്മൾ പടം കണ്ടിട്ട് നമ്മൾ സാധാരണ ഇതാണ് ഞങ്ങളുടെ സെറ്റപ്പ്. ഈ സെറ്റപ്പിലേക്ക് ഇങ്ങനെ സോഫയൊക്കെ വലിച്ച് ഇങ്ങനെ ഇടുന്നൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ അജിത് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ അജിത് സാറിനെ വീട്ടിൽ കൊണ്ട് വിടാൻ പോകുന്നു. ഞങ്ങളിങ്ങനെ സോഫ തിരിച്ചപ്പോഴത്തേക്കും ഒരു പല്ലി അതിൻ്റെ അടിയിൽപ്പെട്ട് ചത്തു. ചെറിയൊരു പല്ലി. അതെ, പല്ലി ചത്തപ്പോൾ ഇവൻ ആദ്യം എന്ത് പറഞ്ഞെന്നറിയോ? ഞാൻ പുറത്തു പോയി വലിച്ചിട്ട് വരാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അജിത് സാറിനെ വീട്ടിൽ വിട്ടിട്ട് ഇവൻ തിരിച്ചു വന്നിട്ട് ആദ്യം എന്തോ പറഞ്ഞെന്നറിയോ? ഒരു മൂങ്ങ എൻ്റെ നേർക്ക് വന്നു. എന്നിട്ട് സ്കൂട്ടർ അടിച്ച് പപ്പടമായത്. സ്കൂട്ടർ അടിച്ചിട്ട് കുറേ തൂവലിങ്ങനെ തെറിച്ച്. അങ്ങനെ 2 മരണങ്ങൾക്കൊടുവിലാണ്. അല്ല, അത് മനുഷ്യ ചത്തൊന്നും കരത്തില്ല കേട്ടാ. ഞാൻ നോക്കിയില്ലേ ആ വഴിയിൽ ഒരു മനുഷ്യനില്ല. ഞാനത് കാരണം വണ്ടി നിർത്തത് പറപ്പിച്ചത് വഴി. ഞാൻ പേടിച്ചു പോയി. 100-110 ഓടുന്ന സ്കൂട്ടറിന്റെ നേർക്ക് ഇടിച്ചാൽ മൂന്നാമനെ ജീവിച്ചിരിക്കില്ല. എനിക്കറിയത്തില്ല അത്. ഞാൻ നോക്കിയില്ല സുഹൃത്തുക്കളെ. എന്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചു. ഇങ്ങനെ മറ്റേ തൂവലിങ്ങനെ തെറിക്കുന്നു. ഞാൻ വണ്ടി നിർത്തോ കാരണം വണ്ടി ഒന്ന് പാളി. എനിക്ക് പേടിയായി പോയി. ഞാൻ വണ്ടി നിർത്താതെ അങ്ങ് ഓടിച്ചു. തോലില്ലാതെ ഞാൻ ജീവിച്ചിരുന്ന കാര്യമുണ്ട്. ഇത് മറ്റേ ആനിമൽ ടീം, മറ്റേ വെൽഫെയർ ടീം സൂക്ഷിക്കണം കേട്ടോ. നമ്മള് പേടിക്കേണ്ടിയിരിക്കുന്നു. ആ മൂങ്ങയ്ക്ക് നാളെ ഒരു മൂങ്ങയ്ക്ക് ചത്തനെ കിട്ടിയാൽ എന്റെ തല വരിക. അധികം ഇല്ലാത്ത വെള്ളിമ പറഞ്ഞ പോയിട്ടുണ്ട്. അതെ അത് പറ വെള്ളിമൂങ്ങാന്നൊക്കെ. ഋഷിനൊന്നേ 7.5 കോടിയുടെ മുതലാണ് അടിച്ചു പറപ്പിച്ചത്. ഞങ്ങളൊരു പാവം പല്ലിനെ അറിയാതെ നോ ആനിമൽസ് എന്ന് പ്രത്യേകം എഴുതണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി DS ഇറയുടെ ഡിസ്കഷനിലേക്ക് വരികയാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ കുറച്ചധികം സ്ഥലത്ത് ഒരു ചെറിയ ഭയവും പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് സ്കേറി ആയിട്ടുള്ള സംഭവങ്ങളും കുറച്ചധികം ഞെട്ടലുകളും ഉണ്ടാക്കിയ സിനിമ തന്നെയാണ്. എനിക്ക് ഫുൾ പടത്തിൽ ഇങ്ങനെ ഒരു ഇതായിരുന്നു. ഈ ഓരോ മൊമെന്റിൽ ഇങ്ങനെ മറ്റേ ഭയങ്കര ഒരു ഗൂസ്ബംസും ഒരു ചിൽ ഫീലിംഗ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ. നമ്മളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയല്ലേ. നമ്മൾ ഇതിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമുണ്ട്. നമ്മൾ ഈ ട്രെയിലറിൽ കണ്ടതിനപ്പുറത്തേക്ക് പടത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരിക്കും എന്ന് ഉണ്ട്. സംഭവർക്ക് പറയൂ. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഹൊറർ ജോണറിൻ്റെ ട്രോപ്സ് ഇല്ലേ, നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ പോലെ തന്നെ ഒരു ഹോളിവുഡ് സിനിമകളിൽ യൂസ് ചെയ്യുന്ന ട്രോപ്സിനപ്പുറത്തേക്ക് ഒരുപാട് സിനിമ സഞ്ചരിച്ച പോലെ തോന്നുന്നു. അതായത് ഒരു ഹൊറർ സിനിമയിൽ നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഹൊറർ പടമാണ്. അതായത് മലയാളത്തിൽ സ്ഥിരം ഉപയോഗിക്കുന്ന പല കാര്യങ്ങളെയും അതിൻ്റെ ഒരു കുറേ കൂടെ റിയലിസ്റ്റിക് വേർഷൻ. ഇപ്പോൾ ഒരു ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട് വരും ഒരു ഹൊറർ പടത്തിൽ. അപ്പം അതിൻ്റെ എങ്ങനെ റിയലിസ്റ്റിക് എന്നല്ല, എന്താ വേറെ കുറേ കൂടെ പാലറ്റബിൾ, കുറേ കൂടെ നമുക്ക് കണ്ടാൽ ഇന്നത്തെ ഓഡിയൻസിന് ദഹിക്കുന്ന രീതിയിലുള്ളൊരു നമ്പൂതിരിപ്പാട് ക്യാരക്ടറുണ്ട്. ഈ ആത്മാവ് അതിനെ വാക്ക് ഇൻ ടു ദ ലൈറ്റ് എന്ന് പറയത്തില്ല, അതായത് വെളിച്ചത്തിലേക്ക് പോവുക ആത്മാവ് എന്ന കോൺസെപ്റ്റ്, അതിൻ്റെയും വളരെ റിയലിസ്റ്റിക്, ഇന്നത്തെ ഓഡിയൻസിന് വളരെ പാലറ്റബിൾ ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഇവർ എടുത്തേക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ എലമെൻറ്റ്സ് ഭയങ്കര പുതുമയും ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ഈ ഹൊറർ, ഈ പ്രേതം വരുന്നതിൽ പോലും ഒരു ട്വിസ്റ്റ് ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല അത് വന്നതും. അത് തുടക്കം തൊട്ട് ഞാൻ പടം കാണുമ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് പടത്തിൻ്റെ ലൈൻ നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഈ 10 മിനിറ്റ് കിട്ടിയത് വളരെ സിംപ്ലിസ്റ്റിക് പടം, ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ്, ഭയങ്കര ജനറിക് ആയിട്ട് ഒരു സംഭവം. അതെ, അപ്പം ഇതല്ലായിരിക്കും പടത്തിൻ്റെ ലൈൻ എന്നിങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പടം ത്രൂ ഔട്ട് സർപ്രൈസ് ചെയ്തു. പ്രത്യേകിച്ച് എനിക്ക് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയത് സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു പോയിന്റ് കൊണ്ട് ഇന്റർവെല്ല് അടിപൊളി സാധനമായിരുന്നു. കൊണ്ട് നിർത്തുന്ന പോയിന്റ് മറ്റേ ഇന്റർവെല്ലിനെ കണ്ടോണ്ട് നമ്മളെല്ലാവരും ഇപ്പൊ നമ്മളെ പ്രേതത്തിന് നമ്മൾ കാണിക്കുന്ന സാധനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സാധനം ഉണ്ടായിരുന്നു അല്ലേ.
അതിനെക്കുറിച്ച് ഞാൻ മറ്റേ അതെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം. സ്പോയിലർ അലേർട്ട് ഇതുവരെ വെച്ചിട്ട് വലിയ സ്പോയിലേഴ്സ് ഒന്നും ഇല്ല. ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി മറ്റേ അതാണ് എൻ്റെ ഒരു പടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബട്ട് ഈ ഭ്രമയുഗത്തിന്റെ സ്കെയിലോ അത്രയും കോംപ്ലക്സോ അത്രയും എന്താ പറയുക അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് നല്ല ഒരു ഹൊറർ സിനിമ, നല്ല വളരെ വെൽ മെയ്ഡ് ഒരു ഹൊറർ സിനിമയാണ്. അതെ, കറക്റ്റാണ്. പറയൂ ഇനി ദിലീപ് മേനോന്റെ അങ്ങനെയല്ലടാ, വാക്കുകളിലേക്ക് കിടക്കാം. അല്ല വർക്കായി പടം മൊത്തത്തിൽ. ഈ പറഞ്ഞതുപോലെ ഇവൻ പറഞ്ഞതുപോലെ അങ്ങനെ ബ്രഹ്മയുഗത്തിൻ്റെ അത്രയും വലിയ ക്യാൻവാസ് ആണെന്ന് ചോദിച്ചാൽ അത്രയും തോന്നിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആ ഒരു അതിന് വേണ്ട എല്ലാ എലമെൻസും ഉള്ള നമ്മൾ എന്താ പറയുന്നത്, നീ പറഞ്ഞ പോലെ ആ ഒരു ജംപ് സ്കെയർ ആ ഒരു എലമെൻ്റൊക്കെ ഉള്ള ആ ഒരു ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒരു ഞെട്ടലും ആ ഒരു സംഭവം, അതായത് എങ്ങനെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് ഈ പടത്തിലെ നമ്മൾ പടം കാണാൻ കയറുന്നതിന് പറഞ്ഞു തിയേറ്ററിലായിരിക്കുന്ന ആൾക്കാർ ഈ സൈലൻസ് വരുമ്പോൾ കൂവാനും ബഹളം വെക്കാനും ഓഡിയൻസ് ഉണ്ടാവും. നല്ല ഓഡിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നിശബ്ദമായിട്ട് ആ പടത്തിന്റെ മൂഡിനനുസരിച്ച് രീതിയിൽ തന്നെ സോ അതുകൊണ്ട് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ. അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന പല കാര്യങ്ങളിലും സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ പടം ഇന്ന് ഇപ്പം നമ്മൾ വീഡിയോ ഇറക്കുമ്പം December 31st നമ്മൾ ഇറക്കുന്നത്, നാളെയായിരിക്കും പടം എല്ലാവരും കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ കാണണമെങ്കിൽ പടം കണ്ടിട്ട് വന്ന് കാണുക, സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ പടം കണ്ടു വന്ന് ബാക്കി കാണുക. സോ നമുക്കപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ ഡിസ്കഷനിലേക്ക് കിടക്കാം. മറ്റേ ഇന്റർവെൽ പോയിന്റ്, ഞാൻ പടം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഈ പറയുന്ന പോലെ പ്രേതത്തെ കാണിക്കുന്നില്ല. അപ്പൊ ഞാൻ തുടക്കത്തിൽ വിചാരിച്ചത് സൗണ്ട് മാത്രമേ ഉണ്ടാവും പ്രേതത്തിന്. അപ്പൊ അതുവരെ പക്ഷേ ഈ ഇന്റർവെല്ലിൽ ഈ പ്രേതത്തെ കാണിക്കുന്നതിനൊരു വളരെ സ്പെസിഫിക് റീസൺ ഉണ്ട്. നമ്മൾ അതുവരെ കരുതിയിരുന്ന ആളല്ല പ്രേതം. അത് കാണിക്കണമെങ്കിൽ പ്രേതത്തെ വിഷ്വലി കാണിക്കണം. ബട്ട് അപ്പോഴും ഒരു കൺഫ്യൂസിങ് സംഭവമാണ്. കാരണം അതിന്റെ റിവ്യൂലും ക്ലൈമാക്സ് വരുന്നുണ്ട്. അപ്പം ക്ലൈമാക്സ് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്നിൽ കൂടുതൽ ഉണ്ട് സംഭവം, സ്പിരിറ്റ്സ് ഉണ്ടെന്നുള്ള പരിപാടി. പിന്നെ ഈ DSCയുടെ മീനിങ് ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ഡീകോഡിങ്ങും അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റേ ഫ്യൂണറൽ മാസിന് വായിക്കുന്നൊരു ലാറ്റിൻ പ്രയർ. ഇവര് ഒരു പേര് പറയുന്നത് എന്തായിരുന്നു, കോപദിനം അങ്ങനെ എന്തോ പറയുമല്ലോ, എന്തോ കോപദിനം. അതേ മറ്റേ നമ്മുടെ ജഡ്ജ്മെന്റ് ഡേ എന്നൊക്കെ പറയുന്ന ഡേ ഓഫ് റാത്ത്. ഈ എലമെന്റ്സിലേക്കൊന്നും അത്ര സ്ട്രോങ് ആയിട്ട് പോകുന്നില്ല. ബട്ട് അത് നമുക്ക് ഒരു പോയിന്റിൽ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പടത്തിൽ ഈ ഹൊറർ പടത്തിൽ മെയിനായിട്ട് വേണ്ടത് നമ്മൾ പിന്നീട് പോയിട്ട് പറയേണ്ട ഒന്നിലധികം സ്കെയർസ് വേണം. നിങ്ങളിങ്ങനെ ചുമ്മാ പോയി കണ്ടിട്ട് ഈ മറ്റേ എഫക്റ്റ് അല്ല, VFX പയ്യൻ്റെ എന്തൊക്കെ കളർ എഫക്റ്റ് ഉണ്ടെന്ന് ചോദിച്ചിട്ട് അതൊക്കെ വാരി വിതറുമല്ല. ഇതിൻ്റെ സ്കെയർസ് വളരെയധികം പ്രാക്ടിക്കലാണ്. അതെ പ്രാക്ടിക്കലാണ്. അത് വളരെ അതെനിക്ക് എസ്പെഷ്യലി എനിക്ക് ലാസ്റ്റത്തെ സീനില്ലേ, അതൊക്കെ നമ്മൾ നോക്കുമ്പം ആ സീൻ നമ്മൾ റിവീൽ ചെയ്യുന്നു എല്ലാം ഭയങ്കര പ്രാക്ടിക്കലാണ്. നമുക്കത് അറിയാം. ഇത് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഹൊറർ മൂഡിലേക്ക് എത്തിക്കുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര നന്നായിരുന്നു. അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ നമ്മൾ യൂഷ്വലി നമ്മൾ ഈ കണ്ടിട്ടുള്ള ഇപ്പോൾ VFXൻ്റെ സഹായങ്ങളൊക്കെ ഈ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒരുപാട് മെജോറിറ്റിയും ഈ വളരെ റിയൽ ആയിട്ടുള്ള കുറെ പ്രാക്ടിക്കൽ എഫക്ട്സ് യൂസ് ചെയ്യും. കോഞ്ചറിങ് ഓർമ്മ വന്നു. ഫസ്റ്റ് പടം കുറച്ചധികം പ്രാക്ടിക്കാലിറ്റി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഭയങ്കര എഫക്റ്റീവായ പടമാണ്. ഇപ്പോൾ ഫൈനൽ ആ ഒരു എന്ത് പറയുന്നത് ഫൈനൽ സീനോ കട്ടോ അല്ലേ, കോഞ്ചറിങ്ങിൻ്റെ എക്സോർസിസം പ്രോസസ്സ് അത് എപ്പോഴും കുറച്ചധികം റിയലിസ്റ്റിക് ആക്കാൻ ശ്രമിക്കുന്നു. എന്നാലും നമുക്കിത് കുറച്ചുകൂടെ കണക്ട് ആവത്തുള്ളൂ. എഫക്റ്റുമയമായി കഴിഞ്ഞാൽ നമുക്കിത് ഓവർ ഗെയിമിങ്സ് ഇട്ട് കുളവാക്കരുതല്ലേ. ഈ മറ്റേ ഈ തുണി ഷേപ്പ് ആവുന്നത് ആ സംഭവം എനിക്ക് ഭയങ്കര ഓർമ്മയുള്ള ഒരു സീക്വൻസ് ഉണ്ട്. ഇങ്ങനെ കാറ്റത്തെ ഉണക്കാനായിട്ട് തുണി ഇങ്ങനെ പറന്നിട്ട് ഇങ്ങനെ അത് തന്നെ. ഞാൻ ആ സീൻ ഒരു പ്രതീക്ഷ ഇടയ്ക്ക് മറ്റേ പുള്ളി ഇങ്ങനെ തുണി ഇങ്ങനെ എടുക്കുന്നില്ല. ഞാൻ ആ സീനിൽ കറക്റ്റായിട്ട് പുള്ളിയുടെ ഈ കാറ്റടിക്കുന്നു, ഈ തുണി ഇങ്ങനെ എടുക്കുമല്ലോ വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു തുണി എടുക്കുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പറന്നു പോയിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും. പക്ഷെ അതിലും കിടില സാധനമാണ്. കഞ്ഞി കുടിക്കാൻ പോയിരുന്നൊരു പാവം മനുഷ്യന്റെ മുമ്പിൽ ഒരു കസേര വെറുതെ ഒതുക്കും. അവിടെ കുടിച്ച കഞ്ഞി മൊത്തം ദഹിച്ച്. സിമ്പിളായിട്ട് പുള്ളി അല്ലാതെ നമ്മളെ പേടിപ്പിക്കുന്നു. അതാ പറയാം, നമ്മള് ഭയങ്കര സ്കേറി, നമ്മുടെ പിന്നെ ഭയങ്കര വിഷ്വലി ഭയങ്കര പേടിപ്പിക്കുന്ന ഒന്നുമല്ല കാണിക്കുന്നത്. ഒരു ചെറിയ കസേര ഒരല്പം ഒന്ന് നീങ്ങുന്നു, കഥം. അത് ആരോടും പ്രേത സീനുകളെ കുറിച്ച് ചോദിക്കില്ല. കാരണം അവർ പറയും എടാ കഞ്ഞിയും പപ്പടം വെച്ചൊരു പ്രേത സീൻ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കഞ്ഞിയും പപ്പടം വെച്ച് പ്രേത സീൻ പ്രാർത്ഥിക്കും ഒരു പ്രേത സീൻ.
ലൈറ്റ് മൊമെന്റ് ഐസ്ക്രീം ഐസ്ക്രീം തിന്നുമ്പോൾ ഒരു സീൻ തിന്നുമ്പോൾ ഒരു പ്രേതം വരുന്ന സീനുണ്ട്. ഐസ്ക്രീം തിന്നാൻ പ്രേതം വരുന്ന സീനുണ്ട്. അതൊക്കെ നമ്മള് അപ്പൊ നമ്മൾ കേൾക്കുമ്പോ ഇങ്ങനെ പറയുമ്പോൾ ക്യൂട്ട് സീൻസ് ആണല്ലോ ഇതിനകത്തൊക്കെ എന്തിനാ പേടിക്കുന്നത് തോന്നും. പക്ഷേ അതാണ് ബ്രില്യൻ പരിപാടിയാണ് രാഹുൽ സദാശിവൻ. നിങ്ങളുടെ കയ്യിൽ ഇനിയും ഹൊറർ പടങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ഒന്നിനൊന്നിന് പുറകെ എടുത്തോ അല്ലേ, അടിച്ചോ, ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഈ മറ്റേ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചായ ഗ്ലാസ് പൊട്ടുക, പാത്രം പൊട്ടുക, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പരിപാടികളാണ്. ഈ പടത്തിൽ ഇതിനെയൊക്കെ ഇങ്ങനെ എന്താ ഇത് ഏത് പോയിന്റിലാണ് ഇത് ഹൊററായിട്ട് മാറുന്ന ഒരു ഇതുണ്ടല്ലോ, ഈ കട്ടില് എത്ര നേരം നിർത്തിയാൽ അത് ഇമ്പാക്ട് ഇല്ല. എന്തോ നമ്മളൊരു സാധനം നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു സാധനം ഒരു പോയിന്റിന് മേലെ നമ്മൾ സ്ക്രീനിൽ നിർത്തി കഴിഞ്ഞാൽ എന്തോ ഒരു പന്തികരണം. ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ ഈ ഇതിന്റെ എഡിറ്റിംഗിൽ ഇതിപ്പോ ഇവര് തമിഴും മറ്റുള്ള ലാംഗ്വേജ് കാണുമ്പോൾ പടത്തിന് ലെങ്ത്, പടം സ്ലോ ആണ്, ലാഗ് ആണെന്നൊക്കെ പറയുന്ന പരിപാടി വെച്ച് കഴിഞ്ഞാൽ മറ്റേ പെട്ടെന്ന് കട്ട് വേണം. ഈ സിനിമയിലെ പെട്ടെന്ന് കട്ടിട്ടാൽ നിങ്ങൾക്ക് ഒരു എഫക്റ്റ് ഉണ്ടാകത്തില്ല. നിങ്ങളൊരു ഷോട്ടിങ് വെച്ചിട്ട് നിങ്ങൾ കുറച്ചു നേരം ഒരു ബെഡിൽ നോക്കിയിരിക്കുക. ആ ബെഡിൽ ഇങ്ങനെ കുറച്ചു നേരം നോക്കിയിരിക്കുമ്പോൾ ആദ്യം ഇങ്ങനെ ഓക്കെ ഒരു ബെഡ്, കുറച്ച് കഴിയുമ്പോൾ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. അതിന്റെ നമ്മുടെ സൈക്കോളജി. ഇപ്പൊ ഞാനിപ്പോ ചുമ്മാ ഒരു ജനല് അതിന്റെ ഷോട്ട് വെക്കുക. ഇപ്പൊ ഇവനിങ്ങനെ നോക്കുന്ന ഒരു സീക്വൻസ്, അതായത് ആ ജനലിന്റെ അകത്ത് വെട്ടം കണ്ടുകൊണ്ടാണ് ക്ലൈമാക്സിൽ ആ ഡോർ ഒന്ന് തുറന്നു കയറുന്നത്. അതിന് മുമ്പ് ഒരു ഷോട്ട് ഇടുന്നുണ്ട് ആ ജനലിലേക്ക് മാത്രം. അപ്പം നോർമൽ ഓഡിയൻസ് ആകുമ്പോൾ എന്തുവാണ് അതിനെ തിരിക്കുന്നത് ഇങ്ങനെ നോക്കും. അപ്പം 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് ആകുമ്പോ എന്തോ ഉണ്ട് എന്ന് തോന്നുന്നു. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫിയർ ഉണ്ട് ചില ഷോട്ടുകളിൽ. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തോട് ഇങ്ങനെ ഒരു ചെറിയൊരു ചില്ലിങ്. അത് ഏറ്റവും നല്ല ഹൊറർ എന്ന് പറയുന്നത് സ്ക്രീനിൽ അവർ കാണിക്കുന്നതല്ല, അവരിങ്ങനെ ഒരു നമുക്ക് ചിന്തിക്കാൻ ഒരു സാധനം ഇട്ട് തന്നിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഫിയേഴ്സ് ഉണ്ട്. നിനക്കൊരു ഫിയർ ആണ്, എനിക്ക്. അപ്പൊ ഞാൻ ഈ സീനിൽ ഇട്ട് എന്റെ ഫിയറിനെ ഒക്കെ കൂടി ഇട്ട് ആ സീനിൽ നിറയ്ക്കും. അതാണ് എനിക്ക് ഏറ്റവും ഭയപ്പെടുന്നത്. നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അല്ലാതെ അവനൊരു 4 കാലൊരു സാധനം നടന്നു പോകുന്ന നമുക്കതാ പറയാം. വിഷ്വലി നമ്മളിപ്പോ പ്രയത്നെ ഒരുപാട് നേരം കണ്ടു കഴിഞ്ഞാല് നമുക്കതിന് ഇമ്പാക്ട് ഇല്ലാതിരിക്കും. മനസ്സിലായി? ഇതില് നമ്മൾ ആ പ്രയത്നം ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക. മുഖം അതെങ്ങനെയാണ് മുഖം അതെങ്ങനെയാണ് കാണാന്ന് വെച്ചാൽ നമ്മളെ അത് കാണിക്കത്തില്ല. അതിൽ ഒരു ചെറിയ ഹെയർ ക്ലിപ്പ് ഉപയോഗിച്ച് ഭയപ്പെടുത്താൻ പറ്റുമോ സക്കീർ ബൈക്ക്? ബട്ട് ഐ ക്യാൻ എന്നാണ് രാഹുൽ സദാശിവൻ പറയുന്നത്. ഒരു ചുമല ഹെയർ ക്ലിപ്പ് അത് കണ്ടാ പേടിക്കണം. പുള്ളി പറയുന്ന ഹോമവും പള്ളിയിലച്ഛനും മറ്റേ ഇതും അല്ലേ, മറ്റേ ഇതും വലിയ ഗിമിക്സ് ഒന്നും വേണ്ട, അല്ലാതെ ചെറിയ സാധനം മുടിയെടുത്ത് അതൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടല്ലോ, അത് മതി. എല്ലാവരും പടത്തിൽ അഭിനയിച്ചേക്കുന്നത് അങ്ങനല്ലേ, എപ്പോഴും ഒരു തണുപ്പുണ്ട് എല്ലാവരുടെ അഭിനയത്തിലും അവരുടെ പേസിംഗിലും ഒക്കെ. പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ജിബിൻ ഗോപിനാഥ്. അതായത് അദ്ദേഹം ഇതിനു മുമ്പ് പല സിനിമകളിലും ചെറിയ വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. പുള്ളിയുടെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റോളാണ്. കാരണം ഇത്രയും സ്ക്രീൻ സ്പേസ് പുള്ളി കിട്ടുന്നത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ഇതിനകത്തെ ഹൊറർ ക്യാരക്ടേഴ്സ് ആരും സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. എല്ലാവർക്കും ഫോട്ടോസും അത് തന്നെ. അത് മാത്രം വെച്ചിട്ട് അവരോട് ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു പരിധി വരെ. ഞാൻ പറയുന്നില്ല അവർക്ക് വേണ്ടി നമ്മൾ കരയുന്നൊന്നുമില്ല, ബട്ട് അത് കാണുമ്പോഴത്തേക്ക് ഇത് വന്നല്ലോ നമുക്കത് കാണുമ്പോൾ നമുക്ക് അവരെ ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്ക്രീനിൽ വരുന്നു സംസാരിക്കുന്നൊന്നുമില്ല, ബട്ട് നമുക്ക് അതായത് അവരുടെ ബാക്ക് സ്റ്റോറി കാണിക്കുമ്പം ഇവർ കഥ പറയുമ്പോൾ കട്ട് ചെയ്തിട്ട് അവരുടെ സ്റ്റോറി കാണിക്കാൻ അങ്ങനെ യാതൊരു വിധത്തില്ല. ഞാൻ വിചാരിച്ച് ആക്ച്വലി ആ ക്യാരക്ടർ ഈ കഥ പറയുമ്പോഴത്തേക്കും ഇവനോടിത് പറയുമല്ലോ, പുള്ളിക്ക് നരേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിനി അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോയി പടത്തിന്റെ ആ മൂഡിൽ നിന്ന് കംപ്ലീറ്റ്ലി നമ്മൾ ഷിഫ്റ്റ് ആയി പോകും. എനിക്ക് പേഴ്സണലി ആ സീൻ തന്നെ വേണ്ടായിരുന്നു. ഞാൻ അത് തന്നെ അവരത് പക്ഷെ അവരത് പറയാതെ നമ്മൾ ആ ഡീറ്റെയിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതാണ്. അല്ല, ഇപ്പം ഒരുപാട് സംഗതികൾ ഈ ഹൊറർ എലമെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഡയലോഗ് റൈറ്റിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ സീൻ കുറച്ച് എന്താ പറയാ, ചിലർക്ക് ആവശ്യമായതുകൊണ്ട് എഴുതി വെക്കേണ്ടി വരുന്ന സീൻ പോലെ തോന്നി. ഈ പടം ത്രൂ ഹോൾ അങ്ങനെ കുറച്ച് സീൻസ് എനിക്ക് ഉള്ളത് പോലെ തോന്നി. ഈ അമ്മയും അച്ഛനും തമ്മിലുള്ള സീനുണ്ട്, നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു, അതൊക്കെ കുറച്ച് ഇച്ചിരി നോർമലിലേക്ക് വരും ആ സീൻ. നമ്മൾ അവൾക്ക് വേണ്ടി അത് ആ കട്ടിന് യൂസ് ആവും. അപ്പോൾ അവളുടെ ആ ഡയലോഗ് ഉണ്ട്, അല്ല അവൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടാണ് ആ പ്രയർ സീക്വൻസിലേക്ക് പോകുന്നത്. അതിനുവേണ്ടി യൂസ് ആവുന്നുള്ളത് അത് കുറച്ച് നോർമൽ എന്താ പറയുക. അവരുടെ ഡയലോഗ്സും ഭയങ്കര നമ്മള് ഭയങ്കരമായിട്ട് നമുക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും. അടുത്ത ഡയലോഗ് എന്താണ്, കൗണ്ടർ ഡയലോഗ് എന്തായിരിക്കും പുള്ളി പറയുന്നത് സീൻ പോലെ തോന്നി. അതായത് അതിലേക്ക് ഒരുപാട് ശ്രദ്ധ ചെലുത്തിയിട്ടില്ല ഈ റൈറ്റിംഗിൽ.
അപ്പോൾ അത് കുറച്ച് ഫില്ലർ സീൻസ് ഉണ്ട് പടത്തിൽ. ഇതൊക്കെ ജസ്റ്റ് ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഇതങ്ങ് ഇട്ട് ഫില്ല് ചെയ്തേക്കാം എന്നുള്ള സംഭവങ്ങൾ. അപ്പം അതല്ലാതെ നമുക്ക് എനിക്ക് തോന്നുന്ന ആദ്യത്തെ 10 മിനിറ്റ് തന്നെ പടത്തിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ഇവിടെ കിട്ടും. കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ സീനുണ്ടല്ലോ, ഇന്ന് വേറെ ആരോ കൂടി ഇത് കാണുന്നുണ്ട്, ആ സീനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ ഇങ്ങനെ ഷോർട്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ തുണി വരിക്കുന്ന സീനിനകത്ത്, തുണി വരിക്കുന്ന സീനിന് അവർ ഡയറക്റ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ പുള്ളി തുണി വരിക്കുന്നുണ്ട്, തിരിഞ്ഞ് പുള്ളി നിൽക്കുക, എന്നിട്ട് പുള്ളിയുടെ ഫേസിലാണ്, എന്നിട്ട് പിന്നെ ഒന്നും ഇല്ലാതൊരു മതിലല്ല തിരിച്ചു, എന്നിട്ട് സൗണ്ട് പട്ടിയും പൂച്ചയും കൂടെ ബഹളം ജസ്റ്റ് ഒരു മതിൽ, അവിടെ എന്താണ്, അവിടെ ആരെങ്കിലും കുഴിച്ച് ഒന്നും പറയുന്നില്ല. അത് പിന്നീടും അത് തന്നെ നമ്മളിപ്പോ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഈ മതിലിന് അപ്പുറമാണോ ഇനി അവളെ അടക്കിയിരിക്കുന്നത്, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു നമ്മളെ കാണിക്കുന്ന ഒരു മതിൽ, അത് ട്രെയിലറിലുണ്ടോ ഷോട്ട്, അപ്പൊ അവിടെ സൗണ്ട് മാത്രമേ ഉള്ളൂ, പൂച്ചയും പട്ടിയും കൂടെ ബഹളം വെക്കുന്ന ഒരു സൗണ്ട്. അതേപോലെ ഇവര് ഫിലിപ്പിനെ തപ്പി പോകുമ്പോഴത്തേക്കും ഫിലിപ്പ് ആരം ചെയ്യുമ്പോഴത്തേക്കും വണ്ണം കുറഞ്ഞൊരു എന്നിട്ട് ഒരു ക്രൗഡിന്റെ ഷോട്ട് കട്ട് ചെയ്തിടും. അതെ അതെ. അപ്പൊ നമ്മൾ ഈ ഫിലിപ്പിനെ തിരയും. അപ്പൊ ഞാൻ ആദ്യം ഫിലിപ്പിനെ പിന്നെ ഞാൻ ഫിലിപ്പിനെ ആയിരിക്കത്തില്ല ചിലപ്പോൾ കാണിക്കുന്നത് ഇത് ഈ ഷോട്ടിന് ശേഷം മറ്റേ ഇവർ രണ്ടുപേരും നടന്നു വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ അവരെ സെർച്ച് ചെയ്യുന്നുണ്ട്. അതെ, എനിക്ക് അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഒരുപാട് കട്ട്സ് ഉണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് നമ്മളാണ് ചിന്തിക്കുന്നത്, നമ്മൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുമോ പടത്തിന്റെ കൂടെ, അങ്ങനെ ഉള്ള ഒരുപാട് സീക്വൻസ് ഉണ്ട്. അതെനിക്ക് നമുക്ക് ആക്ച്വലി ആ ക്യൂരിയോസിറ്റി ഉള്ള ആരാണ് ഈ ക്യാരക്ടർ എന്നുള്ളത് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഇല്ലേ. അതെ, അതവരെ ഇട്ട് തരുമല്ലേ, നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച് കണ്ടെത്തിക്കുക. നമ്മളൊരു ഇപ്പം സിനിമയിലകത്ത് കുറെ ടൂൾസ് ഉണ്ട്, ഈ എഡിറ്റ്, ഷോർട്ട് എന്നൊക്കെ പറഞ്ഞേ, ഇതൊക്കെ കൂടുതൽ യൂസ് ചെയ്ത് സിനിമ ചെയ്യാം. അങ്ങനത്തെ സിനിമകൾ എനിക്ക് കുറെ കൂടെ ഇമ്പാക്ട്ഫുള്ളാണ്. അപ്പം ഈ സിനിമ അങ്ങനെ ഷൂട്ട് ചെയ്തത് കുറച്ചുകൂടെ ഒരു ക്ലാസിക് ഫിലിം പറയുന്ന ടൈപ്പ് സാധനം, അത് കുറച്ച് കുറവാണ് ഇപ്പം ഈ പേസിൽ കട്ട് ചെയ്യുക. ഭയങ്കര സ്പീഡിൽ പോകണം പടം മറ്റേ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് പോകണം എന്ന് പറയുന്ന ആൾക്കാർക്ക്. അതെ, ഈ മറ്റേ മരിച്ച കുട്ടിയായിട്ടുള്ള ബാക്ക് സ്റ്റോറി പാട്ട് അവർ തമ്മിലുള്ള ഒരു അതാ പറഞ്ഞ ഇത് തമിഴിൽ ചെയ്ത നൈസാ. ഇപ്പം പ്രണവ് മോഹൻലാലും ഈ ക്യാരക്ടർ കുട്ടിയും തമ്മിലുള്ള ഒരു സോങ്, അവരുടെ ഫ്ലാഷ് ബാക്ക് സീൻ, ഒരു ഡയലോഗ് വെച്ചിട്ട് വെറുതെ ഒരു സീൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമല്ലോ ഇവർക്കില്ല. എന്നിട്ട് വേണമെങ്കിൽ ഇവന് സങ്കടത്തിന് ഒരു ബാറിൽ പോയിരിക്കും, അവിടെ ഒരു ഐറ്റംസ് അവിടെ അങ്ങനെയൊക്കെ ചെയ്യാം. ഉന്മനതിൽ ഏതോ ഇറുക്കേ അതെ അതെ, ഐ ഗോസ്റ്റഡ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇവനോട്. അത് ഞാൻ ആ ഡയലോഗ് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ പറയുന്നത്തേക്ക് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും അത് തന്നെ തിരിച്ചു വരുന്നു, ഗോസ്റ്റ് തിരിച്ചു ക്യാരക്ടേഴ്സിന്റെ ഫേസ് ചെയ്യുന്നല്ലേ നമുക്ക് ആ ഫിയർ കിട്ടുന്നത്. ഒരുപാട് അടുത്തുണ്ട് ഇവരുടെ റിയാക്ഷനിൽ നമ്മൾ കുറച്ചു നേരം സസ്റ്റെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് അതിങ്ങനെ കുറച്ച്, എനിക്ക് എസ്പെഷ്യലി പുള്ളിയുടെ ഈ ജിബിൻ ഗോപി, കാരണം പുള്ളിയുടെ ഫേസ് മൊത്തത്തിലേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണൊക്കെ കുറച്ച് ഈ ഇതിലൊക്കെ കുറച്ച് കറുപ്പൊക്കെ ആയിട്ട് നമ്മൾ പുള്ളിയെ കാണുമ്പോൾ തന്നെ ഹെയർ ഒന്നും കൂടി ചെയ്യാത്ത ഒരാളാണ്. അപ്പം നമ്മളെപ്പോഴും പുള്ളിയെ കാണുമ്പം പുള്ളിയുടെ ഫസ്റ്റ് സീൻ ഉണ്ടല്ലോ, അതായത് അവിടെ ഒരു ഗ്ലാസ് മറിഞ്ഞു വീഴുമ്പോഴേക്കും നോക്കിയത്, അപ്പൊ അത് കാണുമ്പോൾ പോലെ നമുക്ക് ഇയാൾക്ക് എന്തോ ഇയാളെ നമ്മൾ ഇയാൾ ഓൾറെഡി കുറെ നാളായിട്ട് ഇങ്ങനെ എന്തോ സംഭവത്തിന് ഭയങ്കരമായിട്ട് അലട്ടുന്ന ഒരാളാണ് എന്നുള്ളൊരു ഫീൽ പുള്ളിയിലുണ്ട്. നമ്മളിടയ്ക്ക് ചിന്തിച്ചു പുള്ളിക്ക് ഒരു സ്റ്റോറി ഉണ്ടാവും, പുള്ളി എന്തോ അല്ല, പക്ഷേ ഇത് കറക്റ്റാണ്, കറക്റ്റ് മീറ്ററാണ് ഇത്. പലരും ചെയ്യാൻ മടിക്കുന്ന മീറ്ററാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം പ്രൊഡ്യൂസേഴ്സ് OTT-ലൊക്കെ ചെല്ലുമ്പോഴേ ഇത് ഓഡിയൻസ് മനസ്സിലാകത്തില്ല, മനസ്സിലാക്കുന്ന ഒരു സീൻ എഴുതൂ എന്ന് പറയത്തക്ക രീതിയിലുള്ള റൈറ്റിംഗ് ആണ്. പുള്ളി അത് മനസ്സിലാക്കുന്ന ഒരു സാധനമാണ് ഈ അമ്മയായിട്ടുള്ള കോൺവെർസേഷൻ. അമ്മയായിട്ടാണ് സംസാരിക്കുന്നത്. ഒറ്റ ഡയലോഗ് അത് നിങ്ങൾ മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ബ്രഹ്മദത്ത് നമ്പൂരി അതാരാണെന്നൊക്കെ ചോദിക്കുമ്പോഴേ അല്ല, മറ്റേ ഈ പറയുന്ന ഇവൻ വന്ന് ഇയാളോട് ഇവന്റെ ബാക്ക് സ്റ്റോറി പറയില്ല, ഇവന് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സീൻ അമ്മയും അവനുമായിട്ടുണ്ട്. അതായത് നിന്റെ അച്ഛന്റെ പാത നീ പിന്തുടരുന്നില്ല, ആ സാധനം അങ്ങനത്തെ സീൻസ് എഴുതുന്നത് തന്നെ ഇങ്ങനെ ആർക്കെങ്കിലും മനസ്സിലാവാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ, അത് ഫില്ലർ സീനാണ്, അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവന്റെ അച്ഛൻ ആക്ച്വലി പോറ്റി മറ്റേ ഇതൊക്കെ ചെയ്തോണ്ടിരുന്ന ആളാണ്. ഇവൻ പക്ഷേ ഇങ്ങനെ ഈ ലൈനിൽ പോയി പുള്ളി കൺസ്ട്രക്ഷൻ പരിപാടിയാണ്. ബട്ട് ഈ ഒരു കഴിവ് അവൻ്റെ ഉണ്ട്. അതാണ് പുള്ളിക്ക് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യണം, ഓക്കെ ഇങ്ങനെ ആയിരിക്കും വന്ന് കാണാൻ പോകുന്നത്, ഇത് സോൾവ് ചെയ്യാൻ. അതല്ലാതെയും അത് പറയാം. ബട്ട് ഇതിനകത്ത് നമ്മളത് ഏറ്റവും ഈസി റൈറ്റിംഗ് ആണ്. ഇങ്ങനെ ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സീൻ വെക്കുക എന്നുള്ള പരിപാടി. ബ്രേക്ക് ത്രൂ വരുന്ന അവിടെ ആയിരിക്കും അല്ലടാ, മനസ്സിലായി, പ്രണവിനെ മീറ്റ് ചെയ്യാനായിട്ടല്ലേ. ഓക്കെ ഓക്കെ. മൊത്തത്തിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഉള്ള ക്യാരക്ടേഴ്സ് എല്ലാം നല്ല ഫൈനായിട്ടല്ലേ, പോളിഷ്ഡ് ആയിട്ട്. പിന്നെ പറയാതിരിക്കാൻ പറ്റാത്ത പ്രണവ്
ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് അഭിനയിച്ച പടമാണ്. ഏറ്റവും വൃത്തിക്കും കൺസിസ്റ്റന്റ് ആയിട്ട്, അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ പുള്ളിയുടെ ക്യാരക്ടറിന് നമ്മളിങ്ങനെ എവിടെയും പുള്ളി പെട്ടെന്ന് ചേഞ്ച് ആയി പോകുന്ന ഒരു ഫീൽ ഇല്ല. ഇങ്ങനെ നല്ല രീതിയിൽ അത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഡയലോഗ്സ് ആണല്ലോ അങ്ങനെ കുറേ ഡയലോഗ്സ്. അതിന് ഒരുപാട് ഡയലോഗുകൾ ഇല്ലല്ലോ. ഇല്ല. റിയാക്ഷൻ ഷോട്ടുകൾ. അതെ. അതായത് നൈറ്റായി രാത്രി കിടക്കുമ്പോഴാണ് പ്രശ്നം മൊത്തം. റൂമിൽ കയറിയ അപ്പോൾ വരും, അപ്പോൾ വരും, കാറ്റായും വരും. അതെ. നമ്മളെ അത് ഭയങ്കര രസമാണ്. അതായത് ആ ഈ ഇതിന്റെ ഇനിഷ്യൽ സീൻ തന്നെ വരുമ്പോഴേ ഇവന്റെ വീടിന്റെ പുറത്തേക്ക് കാറ്റടിക്കുന്നു. പിന്നെ എവിടെയൊക്കെ പ്രസൻസ് ഉണ്ടോ ഇതൊരു ആദ്യമേ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ആ പ്രസൻസ് വരുത്താൻ വേണ്ടി ഈ കാറ്റടിക്കും. കൺസ്റ്റന്റ് ആയിട്ട് പോകും. അത് ഭയങ്കര രസമാണ്. ഇനിഷ്യലി അതായത് ഫസ്റ്റ് സീൻ ഉണ്ടല്ലോ, ആ ഇയാളുടെ ഈ ഗ്ലാസ് വീഴുന്ന സീൻ, ആ സീനിൽ ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട്. മറ്റേ അവിടെ നിന്നാണ് അത് തുടങ്ങുന്നത് തന്നെ. അത് പുള്ളി ഏതൊക്കെ ഗ്ലാസ് മറിയുന്നല്ലടാ. അതാ ഞാൻ പറഞ്ഞത്. മനസ്സിലായി. നമ്മൾ ഈ കുറച്ചുകൂടെ റിയലിസ്റ്റിക്കലി ഇതിനൊക്കെ പ്രസന്റ് ചെയ്തില്ലേ. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന എലമെന്റ്സിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതിനെ അറിയാൻ പറ്റുമെന്ന്. അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാറ്റ് ഇങ്ങനെ നമുക്ക് കാണാവുന്ന ഈ നാച്ചുറൽ എലമെന്റ്സിലെ ഒരു ചേഞ്ച് അന്ന് സൈലന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ ചിലപ്പോൾ ഇപ്പൊ മരിച്ച മൂങ്ങയുടെ സാധനം ആത്മാ ഇവിടെ കിടന്നു രാത്രി ഋഷിനെ ഇങ്ങനെ ആലോചിക്കുന്നില്ലേ, പുറത്തോട്ട് നോക്കി ഇങ്ങനെ സൈലന്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ രണ്ട് കണ്ണ് സൗണ്ടൊക്കെ അതിന്റെ ഷോട്ടല്ലേ പറയാൻ വന്ന സിനിമ എങ്ങോട്ടൊക്കെയോ പോകട്ടെ. കാണാമെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഈ നാച്ചുറൽ എലമെന്റ്സിനെ ഒബ്സർവ് ചെയ്താൽ ഈ ഒരു വേരിയേഷൻ ഉണ്ടാകുന്നത് മനസ്സിലാക്കാന്ന് പറയുന്ന പോലെയാണ്. പുള്ളി കാറ്റ് എന്ന് പറയുന്ന പോലെയാണ്. ഈ ഫസ്റ്റ് സീക്വൻസ്, ഈ പ്രേതം ഇവന്റെ വീട്ടിൽ വരുന്ന സീക്വൻസ് ഉണ്ട്, അത് അതിന്റെ പ്രസന്റേഷൻ ഭയങ്കര രസമാണ്. അതായത് നമ്മൾ ആ കാറ്റ് അടിക്കുന്നത് കാണിക്കുന്നു. പിന്നെ ഈ റൂമിന്റെ പല ഏരിയയില് ഇങ്ങനെ പ്ലെയിൻ ഷോട്ടുകളോ ഒരു അടുക്കളയുടെ ഷോട്ട് വെച്ചിട്ട് ശ്വാസം എടുത്തു വിടുന്ന, നമ്മളൊക്കെ വിചാരിക്കും ഈ പ്രേതത്തിന്റെ കട്ട് ചെയ്ത് ഇവന്റെ ഫേസിലേക്ക് എത്തുമ്പോഴാണ് അവന്റെ ശ്വാസം. എന്നിട്ട് നേരെ കാണിക്കുന്ന ആ ബെഡിൽ ഒരാൾ വളരെ സട്ടിൽ സാധനം, മുടി ആ സാധനം ഭയങ്കര ഇമ്പാക്ട് ആണ്. ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം തടവി പോകും. ഞാനിങ്ങനെ നോക്കുന്നത് എന്ത് വെച്ചാൽ അത് ചെയ്തേക്കുന്നത്. ഞാനല്ല ഏതോ ഒരു ഷോട്ട് VFX ഉണ്ടെന്ന് തോന്നുന്നു, ചെറിയ ഇത്. ബാക്കി എന്തോ ഒരു പ്രാക്ടിക്കൽ സാധനം, എന്തോ ഒരു സാധനം മുടി ഇങ്ങനെ അനങ്ങുന്നല്ലടാ, തലോടി പോകുന്നല്ലടാ ആ കിടക്കുമ്പോ. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കുറച്ച് അത് തലയിൽ ഇങ്ങനെ തലോടും പ്രേതം മോനെ കുട്ടാ സുഖമല്ലടാ നിനക്ക്. ട്രെയിലറിലുള്ള 1-2 ഷോട്ടുകൾ പടത്തില് ഇല്ല. മറ്റേ ആ കണ്ണടയ്ക്കുന്ന ഡെഡ് ബോഡിന്റെയും പൊതുവെ ഉള്ള മറ്റേ സ്പെഷ്യൽ എഫക്ട്സ് മേക്കപ്പും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത്ര ഓവർ ലൗഡ് ഒന്നും അല്ലല്ലേ, എന്റെ കൂടെ ഒരു ബ്ലെൻഡ് ആയി പോകുന്നൊരു നൈസ് മ്യൂസിക്. DS ഇറേ എന്ന് പറയുന്ന ആ മ്യൂസിക് അല്ലേ, അതിന്റെ നോട്ട്സ് ആണോ? അതായത് എന്നാണ് ഞാൻ കേട്ടത്. അതായത് ഒരു 4 നോട്ട്സ് ഉണ്ട്. ഇത് ഭയങ്കര എപ്പിക് സങ്കടങ്ങൾ അങ്ങനെയുള്ള സീക്വൻസുകളിലൊക്കെ യൂസ് ചെയ്യാന്ന് കേട്ടിട്ടുള്ളൂ. ആരുടെയോ ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടതാണ്. അതിലും ഒന്നിൽ കൂടുതൽ പടങ്ങളിൽ ഇതേ മ്യൂസിക്കൽ നോട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഏതോ ഒരു 4 നോട്ട്സ് ഇങ്ങനെ ഫോളോ ചെയ്ത്. എനിക്ക് മ്യൂസിക്കിനെ കുറിച്ച് അത്രയും ഡീപ്പായിട്ട് അറിയാത്തതുകൊണ്ട്, ബട്ട് അത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ റിപ്പീറ്റ് പല പടങ്ങളിൽ ഈ നോട്ട്സ് യൂസ് ചെയ്തിട്ടുള്ള വേരിയേഷൻസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് അതിങ്ങനെ. ഈ മ്യൂസിക്കൽ നോട്ട്സ് ഇങ്ങനെ അറേഞ്ച്മെന്റ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ഫീൽ. അതെ, പ്രശ്നമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. വില്ലന്മാരുടെ ഒക്കെ BG എന്നല്ല, വില്ലന്മാരുടെ തീം മ്യൂസിക് ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യും. എന്തോ വരുന്നുണ്ടെന്നില്ല. നമ്മുടെ ഇവിടുത്തെ വില്ലന്മാരല്ല, മറ്റേ എപ്പിക് വില്ലന്മാരുണ്ടല്ലോ, ഭയങ്കര ആ സാധനത്തിനൊക്കെ ഈ മ്യൂസിക്കൽ നോട്ട്സ് യൂസ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അത് എന്തിനൊക്കെയാണ് ഞാൻ ഓർക്കുന്നില്ല. മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്രിസ്റ്റോ സേവിയർ. അതായത് പടത്തിന്റെ പിന്നണിയിലുള്ളതെല്ലാം പ്രമേഹത്തിന്റെ അതേ ടീം തന്നെ. അതായത് ഷഹനാസ് ജലാൽ ക്യാമറ, അതുപോലെ ജ്യോതിശങ്കർ ആർട്ട് പ്രൊഡക്ഷൻ ഡിസൈൻ, പിന്നെ MR രാധാകൃഷ്ണൻ ഫൈനൽ മിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫുൾ ടീം സൗണ്ട് ഡിസൈൻ പരിപാടിയൊക്കെ ചെയ്തിരിക്കുന്ന എല്ലാം സെയിം ടീം തന്നെ. സൗണ്ട് എങ്ങനെയും നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ബിക്കോസ് ഭയങ്കര പ്രാധാന്യമുണ്ട് സൗണ്ടിന്. വിഷ്വൽസിൽ അങ്ങനെ നമ്മൾ ഒരുപാട് ഗിമ്മിക്കും പരിപാടിയൊന്നും ഇല്ല. സൗണ്ട് നല്ല സൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് സാധനം കിട്ടത്തില്ല. അതായത് ഒരുപാട് സൈലൻസ് ഉണ്ട്. ആ സൈലൻസിനകത്ത് തന്നെ പല സൗണ്ടുകൾ വരും. അതൊക്കെ മിസ്സാവരുതെങ്കിൽ നല്ല സൗണ്ട് ക്വാളിറ്റി. ആക്ച്വലി പടം കാണാൻ പോയിരിക്കുമ്പോഴത്തേക്കും വേറെ മൂഡിലാണ്. DS ഇറേ കാണാൻ പോയിരിക്കുമ്പോഴത്തേക്കും മോണിക്ക ഹലോയിലെ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ ആക്ച്വലി കാലിബ്രേറ്റ് ചെയ്യാണ്, സൗണ്ട് കാലിബ്രേറ്റ് ചെയ്ത് നോക്കുകയാണ് തിയേറ്ററുകാർ.
ഷോ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പം അതിന് മുമ്പ് ഞങ്ങൾക്ക് മോണിക്ക സോങ് ഒന്നുകൂടെ കാണാൻ പറ്റും തിയേറ്ററിൽ. എന്തോ ഒരു ഇൻസ്ട്രക്ഷൻ പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കും, ഇന്ന മീറ്ററിൽ വെക്കണമെന്ന് എന്തെങ്കിലും ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും നമ്മൾ ഷോ തുടങ്ങുന്നതിന് ഒരു റീകാലിബ്രേഷനും ടെക്നീഷ്യൻ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ലൈറ്റ് മൂഡിൽ ഞങ്ങൾ ഇരുന്നിരുന്നല്ലേ പടം തുടങ്ങുന്നതിന് മുമ്പ്. മോണിക്ക കണ്ടിട്ടാണ് DS ലേക്ക് കയറുന്നത്. അപ്പോൾ പിന്നെ ഈ അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ എഫക്ട്സ് മേക്കപ്പ് അത് ശരിക്കും എടുത്ത് കാണിക്കുന്ന 2 മേജർ സീക്വൻസ് ഉണ്ട്. അതൊന്ന് ഇപ്പം ആദ്യം മരിക്കുന്ന ക്യാരക്ടറിൻ്റെ അനിയൻ തുടക്കം തൊട്ട് ഭയങ്കര ഓഫുണ്ട്. അത് അഭിനയിച്ച മറ്റേ പയ്യൻ, അവൻ്റെ പേര് കുഞ്ഞമ്മയുടെ അതെ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. രണ്ട് സീനേ ഉള്ളൂ, പക്ഷെ 2 സീനിലും പുള്ളിയുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വളരെ ക്ലാരിറ്റിയോടുകൂടി പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ 2ാമത്തെ സീനിൽ ഒരു സീക്വൻസ് ഓഫ് ഷോട്ട് ഉണ്ട്. അപ്പം ഈ ഷോട്ട് നടക്കുന്ന അവിടെയാണ് ഫാസ്റ്റ് കട്ട് വരുന്നത്. എവിടെ ഇത് ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് ടക്ക് 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 എന്നൊരു 5 കട്ട് വരുമ്പോൾ ഇവിടെ ഇരുന്ന് 5 മടങ്ങുന്നത് ഞാനിങ്ങനെ ഈ സാധനമായിരുന്നു. അതെ, ഞാൻ ഇവനെന്തോ ഇവനോട് പോയോ. അത് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോഴേ ഇങ്ങനെ നമുക്ക് ഭയങ്കര അറിയാലോ, എല്ലും നുറുങ്ങുന്നതും ഒട്ടിക്കുന്നതും പല്ല് തെറിക്കുകയാണ്. ആ സീക്വൻസ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. കാരണം നമ്മളിങ്ങനെ ഞാൻ ആക്ച്വലി ഈ ചാടും എന്ന് വിചാരിച്ചിരിക്കുകയാണ്, പക്ഷെ ഇങ്ങനെ സിറ്റുവേഷൻ നടക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അപ്പോൾ അവിടെ അതിൻ്റെ ഇമ്പാക്റ്റും അത് ആ കട്ടും സൗണ്ട് ഡിസൈനും എല്ലാം കൂടെ എനിക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ മറ്റേ ഈ സാധനം വരും. എനിക്ക് അതിന് മുമ്പ് മറ്റേ ഈ ചെലങ്കയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഇങ്ങനെ ക്യാമറ കറങ്ങി വരും. അപ്പൊ തന്നെ ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഞാൻ വെച്ചാൽ എന്താണ് സംഭവിക്കുക, അങ്ങനൊരു ക്യൂരിയോസിറ്റി എല്ലാ തവണയും പ്രേതം വരുമ്പോഴും നമുക്കുണ്ട്. എപ്പോൾ പ്രേതം വന്നാലും എന്താണ് ഇപ്പം സംഭവിക്കാൻ പോകുന്നത്, എന്തായാലും ഭയങ്കര ബഹളമല്ല, അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭംഗിയുള്ളതാണ്, എന്തോ ഒരു സംഭവം. അപ്പോൾ അതെപ്പോഴും രസമായിരുന്നു. അപ്പോൾ ആ സീനിലും പിന്നെ ക്ലൈമാക്സിൽ ഒരു റിവീലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഉണ്ടല്ലോ കാണുന്ന ഔട്ട്സൈഡേഴ്സ്, അതായത് ഔട്ട്സൈഡ് കേരളയ്ക്കുള്ളവർക്ക് അവരുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എലമെൻറ്റ് ആ അവസാനത്തെ 20 മിനിറ്റ് ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന പടത്തിനകത്ത് ഈ ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും നടക്കാത്തത് പോലത്തെ ഒരു ഫീൽ അവർക്കുണ്ടാവും. കാര്യം അവർക്ക് അവരുടെ ടൈപ്പ് ഓഫ് ഹൊറർ പടം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കത്തില്ല. ആ അവസാനത്തെ ആ ഏരിയ ആണ്. പക്ഷെ അതും ഇപ്പം ഈ ക്രിസ്ത്യൻ ഹൊറർ എടുക്കുമ്പോഴത്തേക്കോ അതിൻ്റെ എലമെന്റ്സുമായിട്ട് ഏറ്റവും പരിചയമുള്ള ഒരു സ്റ്റേറ്റ് ചിലപ്പോൾ കേരളമാണ്. മറ്റ് സ്റ്റേറ്റ്സിൽ അത്ര പരിചയമില്ല അവിടെ ഹൊറർ. ഇല്ല, പക്ഷെ അവർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ പടത്തിലെ ഏറ്റവും പീക്ക് മൊമെൻ്റ് അതായിരുന്നു. അതായത് ഞാൻ സിനിമയിൽ അത്ര നേരം ഞാൻ കണ്ടുകൊണ്ടിരുന്ന സിനിമയിൽ ഈ പ്രേതത്തിനെ കാണുമ്പോൾ ഓക്കെ, പക്ഷെ എനിക്കിത് ഞാൻ ഈ കഥ ഒരാളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ആ കഥ കേൾക്കുന്ന ആൾ ഹുക്കാവുന്നൊരു പോയിന്റ് ഇതാണ് ക്ലൈമാക്സ് റിവീൽ. ക്ലൈമാക്സ് ആ പോയിന്റ്. അതിപ്പോൾ ഞാനാണ് ഈ കഥ ഉണ്ടാക്കിയെന്ന് വെച്ചോ, ഞാൻ ഈ കഥ പറയുകയാണെങ്കിൽ എൻ്റെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് അതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് കഥ സെല് ചെയ്യാൻ പോണത് ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരാൾ സംഭവം നടക്കുന്നു, വരുന്നു, അപ്പോൾ നിങ്ങൾ ഓക്കെ വരുന്നു, ഓക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഞാൻ ലാസ്റ്റ് ഈ ഒരു സാധനം അടിക്കുമ്പോൾ ഹുക്ക വന്നു. ശരിയാ, അതാണ് എനിക്ക് ഒരു മനു ഫിലിപ്പ് എലമെന്റ് ഇല്ലേ, അതിങ്ങനെ പുള്ളി പറഞ്ഞപ്പോഴേ അത് എന്തോ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ തോന്നിയായിരുന്നു. പക്ഷെ അതിങ്ങനെ അതാണ് കണ്ട എലമെന്റ് ആണെന്ന് എനിക്ക് എത്തിയില്ല. കാരണം എൽസമ്മയുടെ മകനും ഇയാൾ വഴിയാണ് ഞാൻ വിചാരിച്ചു ഓക്കെ അതാണ് അതിലെന്തോ ഉണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ എങ്ങനെ അത് കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ആ കണക്ഷൻ രസം ഉണ്ടായിരുന്നു. ഒരു 1/2 സെക്കൻഡ് ഞാനൊന്ന് ചിരിച്ചുപോയി. അതെ, അത് ഞങ്ങളെല്ലാവരും ചിരിച്ചു പോയതല്ലേ, നമ്മളെല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ സംഭവം ഉണ്ടായി. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. അതായത് ആ ആളുടെ റിവീൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് പുള്ളി. പക്ഷെ അവിടെയും ഡയറക്ടറുടെ ഒരു വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളുടെ ഒറിജിനൽ സൗണ്ടോ ഒരു ഡയലോഗ് സീനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ വ്യക്തിയെ കളിയാക്കുമല്ല, ബട്ട് പുള്ളിക്ക് ചുറ്റും ഉണ്ടായ ഒരു സ്റ്റോറി കാരണം നമ്മൾ ചിരിച്ചു പോയതാണ്, അല്ലാതെ വേറൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ആ ഡോറ് തുറന്ന ആ ഒരു സീക്വൻസിലേക്ക് എൻട്രി എനിക്ക് ആക്ച്വലി പീക്കടിച്ചൊരു മൊമെൻ്റ് ഉണ്ട്. അതായത് ഈ കഥ കടഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി അതിനകത്ത് പെട്ടുപോലോ, ആ മൊമെൻറ്റ് കുറച്ച് പീക്കായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു 5 മിനിറ്റ് നേരം എനിക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു പടത്തിൽ സംഭവിക്കുന്നത്. ഭയങ്കര ഒരു സ്ലോ ആയിട്ട് തോന്നിയ ഒരു റിയാക്ഷൻ. ഏതാ പോറ്റി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ആ സീനോ? പോറ്റിയോ
അല്ല മീൻസില്ല പറ്റില്ല നമ്മുടെ ഈ പുള്ളി ഈ പുള്ളി അകത്ത് നോക്കുമ്പോഴത്തേക്ക് പുള്ളി ലോക്കാവും. ലോക്കായി കഴിഞ്ഞിട്ട് പുള്ളി കത്തി തപ്പി പുറത്തോട്ട് വരും. ഓ ആ ക്ലൈമാക്സ് ആണ് ഞാൻ വിചാരിച്ചു മുമ്പത്തെ സീനാണ് അമ്മയായിട്ടൊക്കെ ഉള്ള ആ സീൻ. ഈ കത്തി തപ്പി പുറത്തു പോകും. വളരെ സ്ലോയിലാണ് പിന്നെ അവന്റെ പെരുമാറ്റം. ഒന്നെങ്കിൽ അവൻ തലയിൽ അടി കിട്ടിയ നമ്മൾ പറയുന്നുണ്ട്, അതായത് നമ്മൾക്ക് ആക്ച്വലി ആ ഒരു അടി കിട്ടിയതിന്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. എന്നാലും നമ്മുടെ അഡ്രിനലിൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം ടൈം. ആ സമയത്തുള്ള ഒരു പേസിംഗ് ഉണ്ട്. പെട്ടെന്ന് കണ്ടുപിടിച്ച് പെട്ടെന്ന് വന്നത് ചെയ്യണം. നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനെ ഒരു ത്രെട്ട് ഉണ്ട്, ഇതെല്ലാം അറിയാമെങ്കിലും അത് പുള്ളി റിയാക്ഷൻ ഭയങ്കര സ്ലോ ആകാനുള്ള റീസൺ എന്ന് പറയാൻ ഇതായിരിക്കും. അതായത് പുള്ളി ഇപ്പൊ അടി കൊണ്ട് വീണ് കിടന്ന ഒരാളാണ്, അതിന് എഴുന്നേറ്റ് പോയതാണ്, അപ്പൊ ആ ഡിസിനസ് ഉണ്ടാവും എന്നുള്ള ലൈനിലായിരിക്കും. എന്തുകൊണ്ടും അതിന്റെ കമ്മ്യൂണിക്കേഷൻ കുറച്ച് വീക്കാരെന്ന് തോന്നി. ആ അത്രയും പീക്കിൽ വന്നിട്ട് കുറച്ചത് താഴോട്ട് പോയിട്ട് അതേപോലെ തന്നെയാണ്. പക്ഷെ മറ്റേ അവരുടെ ആക്ഷൻ ഇമ്പാക്ട് അത് ഭയങ്കര ഇമ്പാക്ട് ആണ് സാധനം. ഏജന്റ് ടീന മൊമെന്റ് ആണ്. ഏജന്റ് ടീനേക്കാട്ട് ഒരുപടി മേളിലാണ്, ഒരു ചെറിയൊരു ഒരു ഫൈറ്റ് നമുക്ക് പറയാം അല്ലെ, ഒരു ചെറിയൊരു കൊറിയോഗ്രാഫി ഉണ്ട്. അത് ആൺകുട്ടി ആക്ച്വലി അത് ഭയങ്കര ഇമ്പാക്ട് ആണ്. അതെ ആൺകുട്ടിയാണ്. അവന്റെ പോനെ ആ എന്താ കോടാലികളെ വെട്ടും പരിപാടി അതെല്ലാം ബ്ലോക്കും ഒക്കെ ഭയങ്കര ഇമ്പാക്ട് ആണ്. അത് സൗണ്ടിനും ഉണ്ട് അതിന് വലിയ ഇമ്പാക്ട്. പിന്നെ ഒരു ഫാസ്റ്റ് ഉണ്ട്, ഒരു സ്പീഡ് ഉണ്ട്. അവര് പറയുന്നല്ലോ, അവര് കുറച്ച് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു അവിടെ അങ്ങനെ സംഭവം നടക്കുമെന്ന് ഞാനും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനും വിചാരിച്ചു നേരത്തെ പോലെ വന്ന് നിൽക്കുമായിരിക്കും. അപ്പൊ ഞാൻ ആലോചിച്ചു എന്താ ഇവരെങ്ങനെ ചെയ്യാൻ പോകുന്നത്. ഇവര് വീക്കർ, അതായത് വീക്കറാണ് ഇവരെ സംബന്ധിച്ചോളം അപ്പൊ നമ്മളത് വിചാരിക്കും. പക്ഷെ അവിടെ അവരുടെ ഇമോഷൻ ഓവർടേക്ക് ചെയ്ത് പവർ അവർക്കുണ്ടായി. ഇവൻ തലയ്ക്കൊരു ആ ഏരിയയിലാണ് എനിക്ക് ഒന്നെങ്കിൽ ആക്ടിങ് കുറച്ച് ഡൗൺ ആയതായിരിക്കാം, അല്ലെങ്കിൽ ആ എന്തോ ഒരു ഇച്ചിരി വീക്ക് പോയിന്റ് ആയിട്ട് ആ സീനിന്റെ കൺസ്ട്രക്ഷൻ തോന്നിയായിരുന്നു. ഈ എന്തോ പേസിങ്, ഈ പറയുന്ന പോലെ പേസിങ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ വരുമ്പോൾ പുള്ളി നിലത്ത് കിടക്കും. അപ്പോൾ എനിക്ക് മറ്റേ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ഇമ്പാക്റ്റ് ഇല്ലേ, പിന്നെയും മറ്റേ ബോഡി തിരിച്ച് കിടക്കുമല്ലേ. അപ്പോൾ അതെന്തോ അവിടെയും എനിക്ക് അത്ര ഇമ്പാക്റ്റ് ഫീൽ ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവനകത്ത് കയറിയത് വെട്ടിയെടുക്കാം. അപ്പം ഞാൻ വിളിച്ചു എവിടെയോ ഒരു മിസ്സായിട്ടുള്ള പോലെ ഫീൽ ചെയ്തു ആ ഏരിയ ക്ലൈമാക്സ്. അല്ല അത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ആത്മാവ് വന്ന ബോഡിയിൽ കയറി എഴുന്നേറ്റ് വരുന്നില്ല. ഞാൻ പറയുന്നില്ല. അപ്പൊ ആ ആത്മാവ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവനെ ചോക്ക് ചെയ്യുക, ബുദ്ധിമുട്ടിക്കാനുള്ള സംഭവമാണ്. അത് തന്നെയാണ് മറ്റേ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഭവമാണ്. അത് തന്നെ ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായി, എനിക്ക് ലോജിക്കലി അതിന്റെ പരിപാടി മനസ്സിലായി. ബട്ട് എന്തോ പ്രസന്റേഷനിൽ ഒരു മിസ് എനിക്ക് ഫീൽ ചെയ്തു. ഇച്ചിരിയുടെ ഇമ്പാക്ട് നഷ്ടപ്പെടാതെ പ്രസന്റ് ചെയ്യാൻ എന്തോ ആ ഫൈനൽ കട്ടിൽ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് ആത്മാവിന്റെ പവർ കാണിക്കണോ, അതാണ് ആത്മാവിന്റെ പവർ കാണിക്കുന്നില്ല. ആ സീൻ പ്രസന്റ് ചെയ്തപ്പം ഉള്ള എഡിറ്റിലോ എന്തോ ഒരു ഇച്ചിരിയുടെ സ്മൂത്ത് ആക്കാറുണ്ട്. എന്തോ ഒരു മിസ്സിങ് എനിക്ക് ഫീൽ ചെയ്തു ആ ഒരു ക്ലൈമാക്സ് സീക്വൻസിൽ. അതുവരെ കിട്ടിയ ഒരു ടെൻഷൻ ഇച്ചിരി ലൂസായിട്ട് പിന്നെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. ഇവൻ വന്ന് അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് എന്തോ ഒരു കണക്ഷൻ ഇല്ലായ്മ തോന്നും. ഞാൻ വിചാരിച്ച ആ സമയത്ത് വീണ്ടും പുള്ളിക്കാരി എണീറ്റ് വരും, ആ ഒരു ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ ആ സംഭവം നമ്മള് അവരെന്താ ഇങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെ കുറച്ച് സംഭവം ഇതെന്താ ഇങ്ങനെ എന്ന് എനിക്ക് മനസ്സിലായില്ല കൃത്യമായിട്ട്. അങ്ങനത്തെ കുറച്ച് അതൊക്കെയുള്ളു. അങ്ങനെ അല്ലാതെ പടത്ത് നെഗറ്റീവാണെന്നല്ല. പടം എന്താണ് ഉദ്ദേശിച്ചത് അത് പടം ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് ഈ പറയുന്ന പോലെ വളരെ നല്ലൊരു ഹൊറർ സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ എക്സലന്റ് ബ്രില്യൻ്റ് എന്ന് പറയത്തക്ക പുള്ളിയുടെ ഫിൽമോഗ്രഫിയിൽ ഞാൻ ഭൂതകാലം കണ്ടിട്ടില്ല. ബട്ട് ഇതൊക്കെ എങ്ങനെ ഇതാണ് കുറച്ച് എക്സലന്റ് പറയാനുണ്ടല്ലോ. എനിക്ക് കുറച്ചുകൂടെ എനിക്ക് ഭൂതകാലം കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ ഒരു തവണ കണ്ടുള്ളൂ. ഞാൻ ഈ ഹൊറർ പടങ്ങൾ അധികം കാണാറില്ല. അല്ല ഞാൻ ഹൊറർ പടങ്ങൾ ഒരുപാട് ഒറ്റത്തവണ കണ്ടുവിടുക. ഭൂതകാലം ഈ പറഞ്ഞ പോലെ കുറച്ച് പേടിപ്പിച്ച പടമാണ്, നല്ല പടമാണ്, പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമ ഞാൻ ഒരു തവണ കണ്ടുള്ളൂ. പിന്നീട് കാണാനുള്ള കാരണം അത് തിയേറ്ററിലല്ലോ, അത് OTT റിലീസാണ്. അപ്പം നമ്മൾ TV ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആ സംഭവത്തെ ഒന്നുകൂടെ ട്രൈ ചെയ്യാനുള്ള പരിപാടി ചെയ്യൂല. ഇതിപ്പോൾ ഈ സിനിമ ഞാൻ ഒന്നുകൂടെ തിയേറ്ററിൽ പോയി കാണും. സോ തിയേറ്റർ വാച്ചിനാണ്. ഇത് OTT പോയിരുന്ന് കാണുന്ന പരിപാടി ഇല്ല, നടക്കില്ല. കാര്യം ഇത് കണ്ടിട്ട് എനിക്ക് കാണുമ്പോൾ നമ്മൾ ഭയമില്ല. നമുക്ക് ഈ ജംസ്കേഴ്സും പരിപാടി ഈ ചെറിയ ഷോക്ക് എലമെൻ്റ് ഒക്കെ വരുന്നതല്ലാതെ പിന്നീട് ആഫ്റ്റർ എഫക്റ്റാണ്. അതായത് എനിക്ക് പിന്നീട് പോയി നമ്മൾ ഇരുട്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിലേക്ക് ഈ ഓരോ ഡയലോഗ്സും ഓരോ എലമെന്റുകളും വരും. ഇപ്പം നമ്മളത് കാണുന്ന പോലെ നമ്മുടെ റൂമിലും ഈ കാറ്റടിക്കും, ഫാൻ ഇടുമ്പോൾ അതിന്റെ കാറ്റിൽ കട്ടനാടും. മനസ്സിൽ ഈ ചിന്ത വരും, മനസ്സിലായേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരുട്ടുള്ളൊരു കോർണർ, മുറിയിൽ ഇരുട്ടുള്ളൊരു കോർണർ കണ്ടാൽ എൻ്റെ മനസ്സിൽ ആ കോർണറിനകത്തുനിന്നൊരു രൂപം മുമ്പോട്ട് വരുമെന്നുള്ളത് എൻ്റെ ചെറുപ്പകാലം പോലുള്ളൊരു എൻ്റെ മനസ്സിലുള്ള ഒരു പിക്ചറാണത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ രാത്രിയിൽ എൻ്റെ ഉറക്കത്തെ ഇത് ബാധിക്കും ഉറപ്പായിട്ടും. അതുകൊണ്ട് ഞാൻ രാത്രി കാണാറില്ല, വീണ്ടും കാണാറില്ല. ഞാൻ അതുകൊണ്ട് ഹൊറർ പടങ്ങൾ അങ്ങനെ കാണാറില്ല. ഞാൻ കണ്ടാൽ തന്നെ പകലേ കാണത്തുള്ളൂ. രാത്രി ഇരുന്ന് ഹൊറർ സിനിമ കാണുന്ന പരിപാടി നഹി. ആ ഒരു സംഭവമാണ് പടം റീക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് ചിന്തകളെ ഇട്ട് തരും. എന്നിട്ട് ഇത് വെച്ച് നിങ്ങൾ പോയി വീട്ടിൽ പോയിരുന്നു പേടിച്ചു. അതായത് ഇപ്പം ഈ 16 അടിയന്തരത്തെ കുറിച്ചൊക്കെ ഒരു എക്സ്പ്ലനേഷൻ തരും. അപ്പം ഞാൻ പേഴ്സണലി വിചാരിച്ചത് 16-ാം ദിവസമാണ് ഡേ ഓഫ് റാത്ത് ആയിട്ട് അവര് നമ്മളും അങ്ങനെ ചിന്തിക്കുന്നത്. ശരിയാ, 16 കഴിഞ്ഞല്ലോ. ആ 16 ദിവസം വരെ ഇവൻ അങ്ങനെ ആ ലൈനായിരിക്കും നമ്മളത് തുടക്കത്തിൽ അവിടെ അങ്ങനെ പറയുകയും ചെയ്തു. അതെ അതെ, പുള്ളി പറയുന്നുണ്ടല്ലോ ഇത്രയും ദിവസം നീ കെയർഫുള്ളായിട്ട് അങ്ങനത്തെ പറയുന്നുണ്ട്. പിന്നെ അത് പക്ഷെ ഒരു മൊണ്ടാഷിൽ അവര് സെറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പിന്നെ എന്താണ് പടം ഡീൽ ചെയ്യാൻ പോകുന്ന എലമെന്റ്. അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടായിരുന്നു. അതുവരെ ആത്മാവ് ഇഷ്ടമുള്ളവരെ ചുറ്റിപ്പറ്റി നിൽക്കും. അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പറയും നമുക്ക് ചെയ്ത് തീരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലും പിന്നെ മറ്റേ ദേഷ്യം ഉണ്ടെങ്കിലോ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ സംഭവങ്ങൾ ഇതായിരിക്കാം അതായിരിക്കാം എന്ന് പറഞ്ഞിങ്ങനെ ഇട്ട് തരുന്നത് നമുക്ക് ആ ചിന്ത പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടാവാനാ. ആ പയ്യനും നന്നായിട്ടാ ചെയ്തല്ലടാ, മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ട് കുറച്ച് 1-2 സീൻസ് വൃത്തിക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ഞാൻ കാമാടോ. അതെ അതെ, ഞാനവിടെ ഇത് എങ്ങോട്ടാ ഇത് പോണത്, ഇത് എന്താ ഇത് ഞാൻ. അപ്പൊ എന്റെ മനസ്സിലാവും പയ്യന്റെ ആ റിയാക്ഷൻ പരിപാടിയൊക്കെ ഇവരുടെയൊക്കെ നോക്കൂല ഇതിനൊക്കെ. അപ്പൊ എന്റെ മനസ്സിൽ ചിന്ത ഇനി ഇവന് ഓൾറെഡി അറിയാം, ലൈക്ക് ചിലപ്പോൾ ഇവന് തോന്നിയിട്ട് അവൻ ഇതിനോട് ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എങ്ങനെ ചോദിക്കണം എന്ന് അറിയാൻ നിൽക്കുകയാണോ, അങ്ങനത്തെ ഒരു തോട്ട് എനിക്ക് ആ മൊമെന്റിൽ വന്നായിരുന്നു. നാച്ചുറലായിട്ട് ഡൗട്ട് വരില്ല, ഇത്രയും കംഫോർട്ട് ചെയ്യുമ്പോൾ എന്തോ കുറ്റബോധം ഉണ്ട്. പൈസയുടെ കാര്യമൊക്കെ ചോദിക്കും പെട്ടെന്ന് അവിടെ എൻ്റെ ഇവന്റെ ഷിഫ്റ്റ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. ഞാൻ ചിന്തിച്ചത് ഇവൻ ചിലപ്പം ഇതെല്ലാം അറിഞ്ഞിട്ട് ചിലപ്പം ഇത് ഇയാളോട് എങ്ങനെ പറയാം ലൈനിൽ നിൽക്കുകയാണോ എന്നുള്ള ലൈനിലാണ്. അപ്പം അങ്ങനെ ഒരു യൂഷ്വൽ സിനിമാറ്റിക് ട്രോപ്സ് ഒക്കെ കുറെ ഇല്ല, സാധനങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുമോ. എനിക്ക് ഈ പടം പുറത്തെങ്ങനെയാ സ്വീകരിക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹം. കാരണം ഇതിനകത്ത് കേരളത്തിന് പുറത്തല്ല, ഇന്ത്യക്ക് പുറത്തും. കാരണം ഇത് ഹാലോവീൻ മന്ത് ആയതുകൊണ്ട് അവര് കുറച്ച് ഇന്റർനാഷണൽ റിലീസിനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം പുറത്ത് അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ലാത്ത മേഖലയിലൂടെയൊന്നും പടം പോകുന്നില്ല. ഒരുപാട് കേരളീയ പോലും. അതാരാ പറഞ്ഞ ഇംഗ്ലീഷ് പ്രേതം, ചിലങ്ക കെട്ടി ഇംഗ്ലീഷ് പ്രേതം എന്ന് പറഞ്ഞ ആരായിരുന്നു? കുട്ടിച്ചാണ്ടാ തോന്നുന്നു പറഞ്ഞു ഇംഗ്ലീഷ് പ്രേതം. മറ്റേ ഇന്റർവെൽ പോയിന്റില്ലേ, മറ്റേ നിക്കത്തില്ലേ, അത് സംഭവം. അവര് കണ്ടിട്ടില്ലാത്ത അധികം എലമെന്റ്സ് ഇല്ല എന്നാ പറയാ. അപ്പൊ കുറച്ചുകൂടെ നമ്മുടെ ഇവിടുത്തെ ഹൊറർ എലമെന്റ്സ്, ഇപ്പൊ കാന്താര പോലൊരു പടത്തിന് ചിലപ്പം അവർ കണ്ടിട്ടില്ലാത്ത ഒരുപാട് എലമെന്റ്സ് ഉണ്ട് അതിനകത്ത്. അവരെ സംബന്ധിച്ച് അവരുടെ പെർസ്പെക്റ്റീവ്, പുറത്തെ ഓഡിയൻസിനെ സംബന്ധിച്ച്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പോയിന്റ് ഇഷ്ടപ്പെടുമായിരിക്കും. ഇതിൽ ഒന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിലുള്ള പടമായതുകൊണ്ട് അങ്ങനെ വിജയിക്കുമായിരിക്കും. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പം എങ്ങനെയാണ് ഒരു പടവുമായിട്ട് അവർ കണക്ട് ചെയ്യുന്നത്. ചില സമയത്ത് ഇവർ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ഹൊറർ, ഇന്ത്യൻ ഹൊറർ, അതായത് എല്ലാ സാധനവും ഇന്ത്യനാണ്. അതായത് ഒരു വീട്ടിലെ ആളുകൾ തമ്മിൽ പെരുമാറുന്നത് ഇന്ത്യൻ അവർക്ക് പരിചയമില്ലല്ലോ. ഇപ്പം നമ്മൾ ചില പടങ്ങൾ, ഇപ്പൊ പാരസൈറ്റ് ആക്ച്വലി കൊറിയൻ സിനിമകളെ സംബന്ധിച്ച് അവിടെ സ്ഥിരം ഇറങ്ങുന്ന പാറ്റേൺ ഒരു പടം. അത് ഓസ്കാർ കിട്ടി. അതായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ കാഴ്ചപ്പാടിൽ ഇത് വളരെ പുതുമയാണ്. പക്ഷെ അത് അതേ പാറ്റേണിലുള്ള 10 പടങ്ങളിൽ ഒന്നാണ് കൊറിയയിൽ. ഇപ്പം നമ്മളെ ഇതിപ്പം ഈ പടം ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഹോളിവുഡിൽ ഓൾറെഡി ഇറങ്ങുന്ന ഒരു 10 ഹൊറർ പടങ്ങളിന്റെ അതേ പാറ്റേണുള്ളൊരു പടം. അപ്പൊ അതുകൊണ്ട് അവിടെ എങ്ങനെയാ സ്വീകരിക്കുന്നതെന്ന്, ഇപ്പൊ ആക്ട് ചെയ്യുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ഇന്ത്യക്കാര്. വളരെ കുറച്ച് ഇന്ത്യൻ, ഇപ്പൊ DS ഇറേ ആണെങ്കിലും ഈ പറയുന്ന പോലെ ജഡ്ജ്മെന്റ് ഡേ, ഇതൊക്കെ അവർക്ക് വളരെ പരിചിതമായ. അപ്പൊ അതുകൊണ്ട് ഒന്നെങ്കിൽ ആ പരിചയത്തിന്റെ പേരിൽ അവർ എടുക്കുമോ, അതോ ഇതിന്റെ മേക്കിങ് നല്ലതായതുകൊണ്ട് അറിയില്ല. ഡെഡ് ബോഡിയുടെ മെക്കാനിക്സ് രസമുണ്ട്. തുടക്കം ഇങ്ങനെ കൈ താത്തുമ്പോൾ തിരിച്ചിങ്ങനെ വന്നിങ്ങനെ നിൽക്കത്തില്ലേ, അതൊക്കെ അധികം എക്സ്പ്ലോർ ചെയ്ത്. അത് ആക്ച്വലി ആ കൈയുടെ അതേ ഒരു പൊസിഷനിലാണ് ഷാഡോ വരും ഇവന്റെ റൂമിൽ. അതിൽ ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതും ഭയങ്കര രസമായിരുന്നു. അത് ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ കൈയാണല്ലോ നമ്മൾ ഫസ്റ്റ് കണ്ടത് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. നല്ല ഇമ്പാക്റ്റ് അല്ലേ, ചെറിയൊരു ഒരു സാധനം തുടക്കം ഫസ്റ്റ് ഷോട്ട് തൊട്ട് ആക്ച്വലി പടത്തിന്റെ പേസിങ് ഇതായിരിക്കും നമുക്കറിയാൻ പറ്റും. ഫസ്റ്റ് ഷോട്ടിൽ കുറെ നേരം നിൽക്കും, മറ്റേ സിമെന്റ് ഇറങ്ങുന്നത്. അത് നമ്മൾ പടം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മളിരുന്നത് അത്യാവശ്യം കുറച്ച് ഫ്രണ്ടിലാണ്. അപ്പൊ എനിക്ക് തുടങ്ങിയ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആദ്യം എനിക്കിങ്ങനെ കറങ്ങുന്നത് കുറച്ച് കണ്ടു കഴിഞ്ഞാൽ
നിനക്ക് തലയ്ക്ക് തലകറങ്ങും ഇതാവും. അപ്പോൾ ഞാനിത് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ണിങ്ങനെ മറച്ചൊക്കെ പിടിക്കുന്നുണ്ട്. കാര്യം ഇത് കുറച്ച് നേരം നോക്കിയിരുന്നു കഴിഞ്ഞാൽ തല ഇറങ്ങും. അങ്ങനെ കറങ്ങുക, കറങ്ങി പയ്യെ ക്യാമറ പയ്യെ ഫുൾ ബാക്ക് ചെയ്ത് ഇത് സാധനമാണെന്ന് കാണിച്ച് അങ്ങനെ കട്ട് ചെയ്ത്. അപ്പം തന്നെ നമുക്കൊരു തുടക്കം പോലെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഷോട്ട് ചെയ്യുന്നത് ഇതിൻ്റെ പേസിങ് ഇതാണ്, ഇതിങ്ങനെ ഇരുന്ന് കാണേണ്ടതാണ് എന്നുള്ള. ഈ ഇറ്റ് ഫോളോസ് ഒക്കെ ഉണ്ടാണോ അതിൻ്റെയൊക്കെ ഈ ടൈപ്പ് പേസിങ് ഭയങ്കര സ്ലോ പേസിങ് ആണ്. പക്ഷെ നമ്മളിങ്ങനെ എന്തോ ഉണ്ട് ആ മൂലയ്ക്ക് എന്തോ ഉണ്ടോ ഇങ്ങനെ ക്യാമറയും കറങ്ങുക അവിടെ എന്തോ ഉണ്ടെന്ന് നമ്മളിങ്ങനെ ഫുൾ ടൈം നോക്കിയിരിക്കുന്ന ടൈപ്പ് ഒരു പടം അത്. അതിന് പ്രത്യേകിച്ച് ഹെവി എക്സ്പ്ലനേഷൻ ഇല്ല, പക്ഷെ ഒരു ഇരുന്ന് നമുക്ക് ചിന്തിക്കാൻ രസമുള്ളൊരു പടം. മറ്റേ കൈ കടിച്ച സീൻ എടുത്തത് രസമുണ്ടായിരുന്നു. അത് VFX പ്ലസ് ഇതാണ്, മറ്റേ മേക്കപ്പ് ഉണ്ട്. അത് VFX ആണ്. മറ്റേ കയ്യിൽ ഇത് വരുന്നത് അത് VFX ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ അത് ചെയ്യാൻ രണ്ട് ഓപ്ഷൻ. ഒന്നുകിൽ നമ്മൾ ഇതിൽ മേക്കപ്പ് ഇടുന്നു, എന്നിട്ട് VFXൽ അത് മായിച്ച് കളയും, എന്നിട്ട് അത് റീഅപ്ലൈ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യാൻ പറ്റും. അതായിരിക്കാൻ ചാൻസ് കൂടുതലൊന്നും അറിയില്ല. ആ സമയത്ത് ഇവന്റെ ആക്ടിങ് രസമുണ്ടായിരുന്നു. ഒറ്റയ്ക്കല്ലേ, വേറെ പരിപാടികളൊന്നും ഇല്ല ഇങ്ങനെ. അതെ, ഞാനും അത് ശ്രദ്ധിച്ചു. അതായത് നമ്മളിപ്പോൾ ചോക്കിയ സീനൊക്കെ അഭിനയിക്കുമ്പോൾ ഒരു ആളില്ലാതാണ് ചെയ്യുന്നത്. അപ്പം നമുക്കത് അപ്പോഴും പുള്ളിയുടെ ഇങ്ങനെ നരമ്പൊക്കെ വലിഞ്ഞ് മറ്റേ കാണുമ്പോൾ നമുക്കൊരു ശരിക്കും പുള്ളിയെ ഒരാൾ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് ഫീൽ കിട്ടുന്ന പോലെ എന്തെങ്കിലും വയർ വർക്കോ എന്തെങ്കിലും പുള്ളിയൊക്കെ കാണും. എന്നാൽ ഈ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ആ സാധനമൊക്കെ അത് രസമുണ്ടായിരുന്നു. അതൊക്കെ അത് ട്രെയിലറിലുണ്ടായിരുന്നു. ഫസ്റ്റ് മറ്റേ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കടിക്കുന്നൊരു സാധനം. ഏതോ ഒരു പോയിന്റില് ഈ ചെലങ്ക ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു ഈ മണിച്ചിത്രത്താണ്ട് ഒരു മ്യൂസിക്കൽ കീ ഉണ്ടായിരുന്നു. അതെ അത് ഇടയ്ക്ക് ഒന്നുകൊണ്ട് പറയുമ്പോഴത്തേക്കും അങ്ങനെ സാധനം വരും. 1-2 ക്യൂസ് അത്രേ ഉള്ളൂ. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. മറ്റേ അത് എന്തെങ്കിലും ഇനി റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ? കാരണം ആ സാധനം മണിച്ചിത്രത്താഴിൽ വരുമ്പോഴും പെട്ടെന്ന് ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ അത് ഇവിടെ അത് മറ്റേ നമ്മുടെ വീണയുടെ സാധനം അങ്ങനെ സാധനം വരത്തുള്ളൂ. അപ്പൊ ഇത് ചെലങ്കയായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ അതേ ഇമോഷണൽ ചെലങ്ക വരുമ്പോ അങ്ങോട്ട് പോവല്ലേ, ഞാനിങ്ങനെ കുറച്ചധികം സാധനം നോക്കിയിരിക്കുവായിരുന്നു. മറ്റേ 3 എരുമയോ പോത്തോ അതിൽ 2 വിറ്റു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 2 പോത്തിനെ വിറ്റു. അപ്പൊ അത് പുള്ളി മറ്റേ ഭയങ്കര സംഭവം ചിന്തിക്കുക. ഓ മറ്റേ എൽസമ്മയുടെ വീട്ടില് പോത്തിന്റെ ഒരാവശ്യമില്ല. ഒരു പോത്തിന്റെ കാര്യമൊക്കെ ചോദിക്കുന്ന പോത്തിന്റെ ക്ലോസപ്പ് ഒക്കെ ഞാൻ എരുമയെ വിറ്റ് ബ്ലാക്ക് മാജിക് എരുമയായിട്ട് തിരിച്ച് മകൻ ഒടിയാനായിട്ട് മകനിങ്ങനെ മകനെയാണ് മറ്റേ മകന് ഫുഡ് മകന് പുല്ല് കൊടുത്തോണ്ടിരിക്കല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് രൂപം മാറി പോത്തായിട്ട് ജീവിക്കാതെ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്ത് ഓടിയാനൊക്കെ വേറെ യൂണിവേഴ്സായിട്ട് കണക്ഷൻ ഉണ്ട്. അതെ അത് സിനിമ അത് നമ്മൾ സ്പോയിൽ ചെയ്യുന്നില്ല. സിനിമയിൽ അങ്ങനെ ഒരു എലമെന്റ് ആണ്. അതൊരു തിയേറ്റർ കൈയടി കിട്ടി. അത് എനിക്ക് ഈ കൈയടിച്ച് കഴിഞ്ഞാണ് എനിക്ക് RSU അല്ലേ, അതായത് കൈയടിച്ച് കഴിഞ്ഞാണ് എനിക്ക് ആ സാധനം കിട്ടിയത്. അതാ ഡയലോഗ് പറയുമല്ലോ, ആ വീട് ഒഴിഞ്ഞു കിടക്കുന്ന സംഭവം പറയുമ്പോഴാണ് ഓ എന്നുള്ളത്. ആ ക്യാരക്ടറും ആ ആളും ആ പടത്തിലുണ്ട്, ഒറിജിനൽ പടത്തിലുള്ള. സിനിമ കാണുമ്പോൾ അത് എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഒരു എലമെന്റ് ആണ്. അത് സിനിമ കാണുമ്പോൾ ഉണ്ടാക്കാം, നല്ല രസമായിരിക്കും. അതിലെ മേപ്പാടം നമ്പൂരിയാണ് നമ്മുടെ ഇവിടുത്തെ പോറ്റി. പോറ്റി ഫാമിലി. അതെ, ഇത്രയും പണി അറിഞ്ഞിട്ടും പോറ്റി കൺസ്ട്രക്ഷൻ പരിപാടി. പുള്ളി അങ്ങനെ നിൽക്കുക, ചായ കുടിച്ച് പരിപ്പുഴയും ചായ വൈകുന്നേരം കിട്ടുന്ന കൺസ്ട്രക്ഷൻ പരിപാടി അവിടെ നിൽക്കുക. പുള്ളി ഒരു പാവം മനുഷ്യൻ, ഇത്രയും കഴിവുകളുണ്ടായിട്ടും. ആ സീൻ കറക്റ്റ്. പുള്ളി ഓടി മറ്റേ ആ പൂജാമുറി കയറുമല്ലോ, അത് കിടില സീനായിരുന്നു. ആ എന്താ ഡോറിന്റെ ഇടയിലൂടെ ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മള് ഒരു ബ്ലാക്ക് സ്ക്രീനിൽ ഒരു വെള്ള വര ഇതും കണ്ട് പേടിച്ച് വെള്ള വരക്കാതെ ഇങ്ങനെ ഒരു ഷാഡോ വരും. അത്രേ ഉള്ളൂ. അത് കണ്ട് നിങ്ങൾ അത് തമാശ വെച്ച് കഴിഞ്ഞാല് ഒരാള് ലൈറ്റർ ഉപയോഗിക്കില്ല അല്ലേ, അല്ലാതെ അത്യാവശ്യ സമയത്ത് തീപ്പെട്ടി കത്തത്തുമില്ല എന്ന് പറയുന്ന പോലെ പുള്ളിയെ തീപ്പെട്ടി ഒന്ന് കത്തിച്ചിട്ട് ശിവശിവാന്ന് വിളിക്കാതിരിക്കുക പറ്റുന്നില്ല. അല്ല, ഓരോരുത്തർ 8 കാലും 16 കാലും ഒക്കെ ഉള്ള സാധനത്തിനെ കാണിച്ചിട്ട് പേടിയില്ല. അത് തന്നെ. ഇത് ഒരു ജസ്റ്റ് ഒരു വര, ഒരു ചെറിയ വെട്ടം, ഒരു ജനലിന്റെ ഒരു 2 വാതിലിന്റെ ഇടയിലൂടെ ഒരു ചെറിയ വെട്ടം, ആ വെട്ടത്തിനകത്തോട് ഇങ്ങനെ എന്തോ ഒരു നിഴല് വന്ന് നിൽക്കുന്ന ഒരു സാധനം. അത്രേ ഉള്ളൂ. അതാണ് ഷോർട്ട് വൈസ് ഭയങ്കര അങ്ങനെ സാധനമുണ്ട്. അതായത് മിനിമൽ ഷോർട്സ്, മിനിമലിസം ഉപയോഗിച്ചുകൊണ്ട് ഈ ഹൊറർ ക്ലിപ്പ് വെച്ച് പേടിപ്പിക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ചെറിയ സാധനം മതി. ഇയാൾക്ക് എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നേ? ചെറിയ നമ്പർ പോലെ സിമിലർ സാധനം മറ്റേ ആ ഒരു കിണർ അടയ്ക്കുമ്പോ ഉണ്ട്, ആ 2 വാതിൽ അടയ്ക്കും ഇതേ ഒരു വര വെച്ചിട്ടാ, എന്നിട്ടാണ് പുറത്തുനിന്ന് അത് വെൽഡ് ചെയ്യുന്ന സാധനം കാണുന്നത്. കിണർ ക്ലോസ് ചെയ്യുന്ന സീൻ. ചിലപ്പോ അവളാണ് വന്നതെന്നോ അങ്ങനെ വല്ലതും പറയാനായിരിക്കും ആ ഒരു സിമിലർ. ആൻഡ് എൻഡിങ് കിടില സാധനമായിരുന്നു അല്ലേ, ആ എൻഡിങ് ഡയലോഗ് വെച്ച് നിർത്തിയത് ഭയങ്കര എൻഡിങ് ക്ലിപ്പ് അല്ലേ, എൻഡിങ് ക്ലിപ്പ്. അതെ അതെ,
അത് കിട്ടില്ല സാധനമായിരുന്നു. അത് ആക്ച്വലി നമ്മൾ ഈ ഹോളിവുഡ് പടത്തിലേക്ക് കാണുമല്ലോ, നമ്മൾ ആക്ച്വലി അത്ര സീരിയസ് ആയിട്ട് ആ പോയിന്റ് ഒരു ഹ്യൂമർ, നമുക്ക് ആ എൻഡിങ് ഒരു ഹ്യൂമർ ലൈനിലാണല്ലോ. ഹ്യൂമർ ഇടയ്ക്കിടയ്ക്ക് വളരെ മൈൽഡ് ഹ്യൂമർ ഉണ്ട്. മറ്റേ ഈ പറയുന്ന അനിയനുമായിട്ടുള്ള സീനിന് മുമ്പും ചെറുതായിട്ടതുണ്ട്. എങ്കിൽ നീ കരഞ്ഞു തീർക്കും. എന്ത് പറയണമെന്ന് അറിയത്തില്ല, അല്ലേ വേണ്ട നീ കരയാതെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ആ സാധനമൊക്കെ തിയേറ്ററിൽ കുറച്ചൊരു ചിരിച്ച സാധനം. അതെ അതെ, അവിടെയും ആ നമ്മൾ പറയുന്ന പോലെ ആ സിറ്റുവേഷനിൽ ഹ്യൂമറാണത്. ഈ പടം എനിക്ക് കണ്ടിറങ്ങിയപ്പോൾ ഒരു 75% ആളുകൾക്ക് ഇത് വർക്കായി. ഈ പറയുന്ന പോലെ ഇതിന്റെ പേസിങ് ചിലപ്പോൾ അല്ല സംഭവം വെച്ചാൽ നമുക്കിവിടെ ഹൊറർ പടത്തിനൊരു വലിയ കൂട്ടം ആരാധനയുണ്ട്. അവർക്ക് പക്ഷെ ഹൊറർ ഇല്ല, നമ്മൾ ചെയ്യുന്നില്ല ആരും. അതെ വളരെ കുറവാണ്. ആ ഹൊറർ പടങ്ങൾ മാത്രം ചെയ്യുന്ന മനുഷ്യനാണ് രാഹുൽ സദാശിവൻ. അപ്പോൾ പുള്ളിയുടെ അടുത്ത പുതിയ പരിപാടിയാണ്. നിങ്ങൾ 100% ഷുവർ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ മൊമെന്റ്സ് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ പേസിങ്ങിൻ്റെ കാര്യം അത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ സാധനമാണ്. പക്ഷെ അത് നമ്മുടെ ഓഡിയൻസ് ഈ പറഞ്ഞ പോലെ കുറച്ച് സ്പീഡിൽ പോകണം. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാ റീല് പോലെ പോകണമെന്ന് വിചാരിക്കുന്നവർക്കുള്ള പരിപാടിയല്ല. പക്ഷേ നിങ്ങൾ ഒരു അല്പസമയം നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്കുള്ള പരിപാടി ഉണ്ട്. ഒരല്പം നേരം നിങ്ങൾ ആ സ്ക്രീൻ നോക്കി ഇരുന്നാൽ നിങ്ങൾക്ക് കിട്ടും സംഭവം. കാണുന്നവർക്ക് അതെ അതെ, ഇൻസ്റ്റാ റീൽ ഇങ്ങനെ ഓടുമ്പോൾ ഓരോ റീലിനകത്ത് ഹൊറർ വരുന്ന പോലത്തെ പരിപാടി അല്ല ഇത്. അപ്പൊ അതുകൊണ്ട് ക്ഷമയോടെ തിയേറ്ററിലെ സ്ക്രീനിൽ വേറെ ഫോൺ എടുക്കാതെ നോക്കാതിരിക്കും. അങ്ങനെ നോക്കിയിരുന്നാല് സംഭവം ഫോൺ എടുക്കാനും തോന്നത്തില്ല. ഇല്ല ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ക്രൗഡ് നല്ല ക്രൗഡ് ആയതുകൊണ്ട് തന്നെ ആരും ബഹളം ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഡിസ്ട്രാക്ട് ആവുന്നില്ല ഒരുപാട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഇരിക്കണം. എല്ലാവരും അതിനകത്ത് എൻഗേജ് ആയിട്ട് തന്നെ ഇരുന്നു, മൊബൈലിൽ കളിക്കുന്ന. നമ്മുടെ ഓഡിയൻസ് ഈ ഒരു പേസിങ്ങിന്റെ ഇത് കാരണം എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇതേ ഡയറക്ടറുടെ തന്നെ ഇതേ പേസിങ്ങിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ട് സ്വീകരിച്ചുകൊണ്ട് അതെ പ്രമേയം സ്വീകരിച്ചുകൊണ്ട് തന്നെ എന്തായിരിക്കും. അതെ, ഇത് ഡെഫിനറ്റ്ലി ഈ പടം വർത്ത് വാച്ചാണ്. ഇത് വർക്കാവും, ഇത് ഹിറ്റ് ആവുന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. കാര്യം നാളെ മുതൽ നിങ്ങൾ ഇൻസ്റ്റ തുറന്നാൽ ഇതിൻ്റെ ഇതായിരിക്കും ഡൈസിറയെ പറ്റിയുള്ള ട്രോൾസും കാര്യങ്ങളും ഇതിനെപ്പറ്റിയുള്ള എന്താ പറയുക ഒരുപാട് പേരുടെ ഇതും വീഡിയോസും ഒക്കെ ആയിട്ട് വന്ന് ഈ സിനിമയ്ക്കൊരു ഭയങ്കര വലിയൊരു ഹൈപ്പ് നാളെ മുതൽ ഉണ്ടാവാൻ പോവാം. നിങ്ങളിങ്ങനെ പേടിക്കാനായിട്ട് അവിടെ പോയി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് പോയിരുന്ന് കാമായിട്ടിരുന്നെങ്കിൽ കാണുമ്പോൾ സാധനങ്ങളെല്ലാം വന്ന് നിങ്ങളെ പിടിച്ചിട്ട്. അതെ അതെ, നിങ്ങളിപ്പോൾ ഈ പടം കണ്ടിട്ട് അപ്പം പേടിച്ചില്ലെങ്കിലും രാത്രി വീട്ടിൽ പോയി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കിടന്നു നോക്ക്, പേടിക്കും. 100% പേടിക്കും. അത്രേ ഉള്ളൂ. നിങ്ങളുടെ മുറിയിൽ നിങ്ങളെല്ലാ ലൈറ്റും ജനലൊക്കെ തുറന്നിട്ട് കർട്ടനൊക്കെ മാറ്റി പുറത്തോട്ട് നോക്കി കർട്ടനുള്ള മുറിയിൽ ഫാനിടാതിരിക്കുക. അതല്ല, ബെഡ് നമുക്കൊന്ന് മാറ്റി വെച്ചാലേ ബെഡ്ഷീറ്റ് അനക്കുക, ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ കൊടയൊന്നും ചെയ്യരുത് പ്ലീസ്. വീട്ടിൽ ചെന്നിട്ട് അമ്മ ബെഡ്ഷീറ്റ് നമ്മ വിരിച്ചായിരുന്നോ, ഇങ്ങനെ ഇച്ചിരി ഒന്ന് മാറി കിടക്കുന്നത്. അതെ, ബെഡ്ഷീറ്റ് എടുത്ത് ഇങ്ങനെ കൊടയരുത്. അതെനിക്ക് ഞാനതിങ്ങനെ മനസ്സിലാലോചിച്ചു. ഞാനത് ഈ സംഭവം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ബെഡ്ഷീറ്റ് കൊടയിൽ നമ്മളിങ്ങനെ വിരിക്കുമല്ലോ, ഇങ്ങനെ വിരിക്കുമ്പോൾ ഇതിങ്ങനെ വന്ന് വീഴുമ്പോൾ യൂഷ്വലി വന്ന് ഇങ്ങനെ ബെഡിലിട്ടല്ലോ, അതിങ്ങനെ വീഴുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ ആളുടെ രൂപത്തിലേക്ക് വന്ന് ഞാൻ എപ്പോഴും എല്ലാ പടത്തിലും ഈ ഹൊറർ പടത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായ വീട്ടിലേക്ക് വീണ്ടും വീണ്ടും അവർ തിരിച്ചു ചെല്ലാനുള്ളൊരു ധൈര്യം. പിന്നെ ഇതേ സിറ്റുവേഷനിലേക്ക് അവിടെ പോവുക, ആ മുറി തുറന്ന് നോക്കുക. അതായത് ജൽസമ്മയുടെ വീട്ടിൽ ചെന്ന് ആ മുറി തുറന്ന് നോക്കും. നമ്മളൊക്കെ അത് ഇങ്ങനെ പാതി ഇങ്ങനെ തുറക്കുമ്പോൾ കണ്ടാൽ തന്നെ ചേച്ചി പിന്നെ വരാം കേട്ടോ എന്ന് പറഞ്ഞ ഒറ്റ ഇത് പ്രശ്നമില്ല. ഞാൻ അവിടെ അവരായി അവരുടെ പാടായി. എൽസമ്മ ഏതെങ്കിലും നമ്പർ എടുത്ത് കൊടുത്താൽ തീരുന്നില്ല, പുള്ളിക്കാരി വേണമെങ്കിൽ സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ആ സീനിന്റെ കേസ് അതിങ്ങനെ സീൻ തുടങ്ങിയപ്പോ തൊട്ട് ഓഫാ. കാരണം എൽസമ്മ മുഴുവൻ വാതിൽ തുറക്കുന്നില്ല. അതെ, പുള്ളിക്കാരെ ഡോർ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കാണുക. ഇങ്ങനെ ഇവര് സംസാരിക്കുന്നത് എൽസമ്മ ഇങ്ങനെ പകുതി തുറന്നു വെച്ചിട്ട് മോനെ അത് ആരെയോ ഇങ്ങനെ അൺകംഫർട്ടബിൾ പുള്ളിക്കാരിയെ പറഞ്ഞാൽ അകത്തേക്ക് ആളെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. നമ്മള് സാധാരണ ഒരാൾ വരുമ്പോ ഇങ്ങനെ തുറന്നിട്ട് കാര്യം ഇങ്ങനെ മറിഞ്ഞൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഎസ് ഇറയെ പറ്റിയുള്ള അഭിപ്രായം. ഡെഫിനറ്റ്ലി പോയി കാണുക. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു ഹൊറർ പടമാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പോയി കാണുക. നമ്മൾ കണ്ടതിലും ആസ്വദിച്ചിലും കൂടുതൽ ഇനി എന്തെങ്കിലും അൺബോക്സിംഗ് അല്ലല്ലോ, ഡീകോഡിംഗ് ഉണ്ടെങ്കിൽ തുടരെയുള്ള റിവ്യൂകളിൽ കാണാം. അതെ, അത് മാത്രമല്ല ഇപ്പം നിങ്ങൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റിൽ പറയുക. സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ, അതെ അതെ, അവരെയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തേ. മറ്റേ
എന്തിട്ടാലും കമന്റ് വരുന്ന കുറച്ച് പേരുണ്ട്. അതെ അതെ, എന്നിട്ടും കമന്റ് ചെയ്യുന്നത് നൈസ് നൈസ് എന്ന് മാത്രം കമന്റ് ചെയ്യുന്ന ഒരു പയ്യനുണ്ട്. അതെ അതെ, പിന്നെ 10 പോയിന്റ് ഇങ്ങോട്ടും പറഞ്ഞു തരും. ഇങ്ങോട്ട് പറഞ്ഞുതരും. അതെ, അപ്പോൾ അവരെല്ലാവരും ഒരു കമന്റ് അടിക്കൂ, നിങ്ങളുടെ അഭിപ്രായം പറയൂ. സ്പെഷ്യൽ മെൻഷൻ അല്ലേ? അതെ അതെ. പെട്ടെന്ന് ഇനിയിപ്പോൾ ഈ വീഡിയോ എൻഡ് ചെയ്യണം, ഇതുപോലെ കറണ്ട് പോയിട്ട് അയ്യോ ഒരു അലർച്ച അല്ലടാ, നമ്മൾ ഓഫ് ചെയ്തത് ഓഫാണ്. ഓ ആണോ, അത് സാധനം അല്ലടാ.